ഹായ് സ്റ്റുഡൻസ്. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഏതാണോ? ചാപ്റ്റർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഇതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഞാൻ പറഞ്ഞപ്പോൾ നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇപ്പോൾ കൂടുതലും നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ അഡ്ജസ്റ്റിലോട്ട് വരും കുറേ കാര്യങ്ങൾ. നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് മാനേജേഴ്സ് കമ്മീഷൻ. ഓക്കെ, അതിനു മുമ്പ് നമ്മൾ കുറച്ച് എൻട്രീസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, അഡ്ജസ്റ്റിംഗ് എൻട്രി. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടിന്യൂ. ഇപ്പം മാനേജേഴ്സ് സാലറി അല്ലെങ്കിൽ മാനേജേഴ്സ് കമ്മീഷൻ നമ്മൾ രണ്ട് രൂപത്തിലുണ്ട്. ഒന്നെന്ന് പറയുന്നത് പ്രോഫിറ്റ് ബിഫോർ കമ്മീഷനും, രണ്ടാമത്തത് പ്രോഫിറ്റ് ആഫ്റ്റർ കമ്മീഷൻ. നമുക്കൊരു ഇല്ലുസ്ട്രേഷൻ നമ്മൾ എന്നിട്ട് ഇവിടെ ഒരു ഇക്വേഷനൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഇല്ലുസ്ട്രേഷൻ കാര്യം ഒന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇല്ലുസ്ട്രേഷൻ കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇല്ലുസ്ട്രേഷൻസ് ഓക്കെ. നെറ്റ് പ്രോഫിറ്റ് ഓഫ് എ ഫോം എമൗണ്ട് ടു 1,05,000. ഇവിടെ ഒരു കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,05,000 ബിഫോർ ചാർജിങ് കമ്മീഷൻ. എന്ത് കമ്മീഷൻ ചാർജ് ചെയ്യുന്നതിന് മുമ്പ്. ദ മാനേജേഴ്സ് ഓഫ് എൻറ്റേർഡ് കമ്മീഷൻ 5%. എത്ര കമ്മീഷൻ കൊടുക്കുന്നുണ്ട് മാനേജറിന്? 5%. ഓൺ ദ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ദ കമ്മീഷൻ പേബിൾ മാനേജർ അണ്ടർ ഫോളോയിങ് ദ ആൾട്ടർനേറ്റീവ്. രണ്ട് കേസസ് ഉണ്ട്, അതിൽ രണ്ടിലും എത്രയാണ് മാനേജർക്ക് സാലറി കൊടുക്കേണ്ടി വരിക എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. First one, if the manager is allowed to commission on the net profit before charging such commission. എടാ, നെറ്റ് പ്രോഫിറ്റിന്റെ മുകളിലാണ് എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്മീഷൻ കൊടുക്കുന്നത്. ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷൻ, ആ കമ്മീഷൻ എന്ത് ചെയ്യുന്നതിന് മുമ്പ്, ചാർജ് ചെയ്യുന്നതിന് മുമ്പ്. ഓക്കെ, അപ്പൊ അതാണ് ഫസ്റ്റ് കേസ്. അതായത് നമ്മൾ നോക്കണേ, ബിഫോർ നെറ്റ് പ്രോഫിറ്റ് മുകളിൽ കമ്മീഷൻ കൊടുക്കും. ഓക്കെ, ചാർജിങ് സച്ച് കമ്മീഷൻ എന്ത് ചെയ്യുന്നത്, കമ്മീഷൻ ചാർജ് ചെയ്തു, കമ്മീഷൻ ചാർജ് ചെയ്തിട്ടുള്ള ഇതിന്റെ മുകളിലല്ല, കമ്മീഷൻ ചാർജ് ചെയ്തതിന് മുമ്പ് പ്രോഫിറ്റ് എത്രയാണോ അതിന്റെ മുകളിൽ പൈസ. അതാണ് ഫസ്റ്റ് കേസ്. ഈ രണ്ടാമത്തെ കേസ് എന്താ, ഇഫ് ദ മാനേജർ അലോഡ് കമ്മീഷൻ ഓൺ നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റിനാണ് ഇവിടെ കൊടുക്കുന്നത് ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ. അതായത് കമ്മീഷൻ ചാർജ് ചെയ്തിട്ട് ഇതിന് ശേഷമുള്ള പ്രോഫിറ്റ് എത്രയാണോ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ഫസ്റ്റ്. ഇതിൽ ആക്ച്വലി ഏതാണ് കൂടുതൽ മാനേജർക്ക് നല്ലതെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് കേസ് ആണ് ഒന്നുകൂടെ കൂടുതൽ പൈസ കിട്ടുക. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റത്തെ കേസ് എന്താ, ആദ്യം നമ്മൾ കമ്മീഷൻ ചാർജ് ചെയ്യുന്നില്ല, നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എവിടെ നിന്ന് കിട്ടും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് കിട്ടും. ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് നെറ്റ് പ്രോഫിറ്റ് എടുത്ത് അതിന്റെ 5% എത്ര വെച്ചാൽ നോക്കും. കമ്മീഷന്റെ എൻട്രി നമ്മൾ ഇട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കമ്മീഷൻ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവില്ല. നമുക്ക് നോക്കാം എങ്ങനെയാണ്. എത്ര നെറ്റ് പ്രോഫിറ്റ് അവർ തന്നിട്ടുണ്ട്, 1,05,000 രൂപയാണ്. അതിന്റെ 5% ആണ് എന്താ, ഇൻ തൗസൻഡ്. അപ്പൊ 5% എന്ന് പറഞ്ഞാൽ എന്താ, 5/100. ഓക്കെ, അപ്പൊ 5/100 ആയിട്ട് ഇൻക്ലൂഡ്. ദെൻ നമുക്ക് എത്ര കിട്ടും, 5,250. ഓക്കെ, അപ്പൊ അതാണ് എന്ത് ചെയ്യുക, ഈ ഒരു എമൗണ്ട് ആയിരിക്കും ആർക്ക് കൊടുക്കുന്നുണ്ടാവുക, മാനേജർക്ക് കൊടുക്കുന്നുണ്ടാവുക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ കേസിലോട്ട് വരാം. വാട്ട് ഈസ് ദ സെക്കൻഡ് കേസ്? അപ്പൊ നോക്കിക്കോ, കേട്ടോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പിന്നെ നമ്മൾ എഴുതണം കേട്ടോ. ഇത് നമ്മൾ വിട്ടു പോകുന്നില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കമ്മീഷൻ ഇത്ര എഴുതിയിട്ട് പിന്നെ നമ്മൾ വീണ്ടും നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട്, അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 5,250 എഴുതും വേണം. ഓക്കെ, ഇനി ബാലൻസ് ഷീറ്റിലും തന്നെ ഇപ്പോൾ കറണ്ട് ലയബിലിറ്റീസ് പൈസ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞത് കാണിക്കും. പൈസ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവില്ല. അപ്പോൾ അതിന്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അസറ്റ് കുറയാനും ചെയ്യും. ഇനി കേസ് നോക്കടാ, കമ്മീഷൻ അലൗഡ് ഓൺ നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റിന്റെ മുകളിൽ തന്നെയാണ് എന്ത് കമ്മീഷൻ അലോ ചെയ്യുന്നത് ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ. പക്ഷേ കമ്മീഷൻ ചാർജ് ചെയ്യുന്നതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ തരും. ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ കമ്മീഷൻ നോക്കിയേ, കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നോക്കിക്കോ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എത്രയാണടാ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്, 1,05,000. ഓക്കെ, എടാ ഇവിടെ നമ്മൾ നോക്കിയേ 5% തന്നെ. നമ്മൾ നേരത്തെ എന്താ 5/100 വെച്ചിട്ടല്ലടാ ഇല്ല ഇത്. അപ്പൊ നോക്കുമ്പോൾ ഇവിടെ 5/100 വെച്ചിട്ടല്ല, ഇവിടെ 5/100
105 105 5/105. ഇത് ആഫ്റ്റർ ആവുമ്പോൾ ഇങ്ങനെയാണ്. സപ്പോസ് അപ്പൊ എന്നിട്ട് അതുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, കമ്മീഷൻ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇന്ത്യയുടെ എത്ര കിട്ടി, 5000. മനസ്സിലായോ? അതായത് ബിഫോർ സപ്പോസ് ഇനി 6% ആണ് കമ്മീഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എത്ര എന്തുകൊണ്ട് ഇന്ത്യ ചെയ്താൽ മതി, 6/100 കൊണ്ട് ഇന്ത്യ ചെയ്താൽ മതി. ബട്ട് ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ ആണെന്നുണ്ടെങ്കിൽ 6/106 106 ഡിവൈഡ് ചെയ്യും. അതാണ് ഈ ഇക്വേഷൻ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നോക്കിക്കോ, അപ്പൊ 5/100 ആയിട്ട് നമ്മൾ ചാർജ് ചെയ്ത് കമ്മീഷൻ കിട്ടി. ഓക്കെ, ഇത് ബിഫോർ ആണ്. അപ്പൊ 5250. രണ്ടാമത്തെ കേസിലുണ്ടോ നെറ്റ് ബിഫോർ ചാർജിങ് കമ്മീഷൻ എത്രയാണോ അത് ഇൻറ്റു 5/105. അതായത് ഇത് നമ്മൾ എന്ത് ചെയ്യുക, അപ്പൊ പിന്നെ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് വേറെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടാവില്ല. പിന്നെ ഇത് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതിനായിരിക്കും നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും കമ്മീഷനോട് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മാത്രമേ ഡിഫറൻസ്. സോ ഇതൊന്നുകൂടെ നിങ്ങൾ കെയർ ചെയ്യുക. ഫസ്റ്റത്തെ കേസ് ഒന്നുകൂടെ എളുപ്പമാണ്. 6% കണ്ടാൽ 7% ആണെങ്കിൽ കമ്മീഷൻ 7% ആണ്. രണ്ടാമത്തെ കേസിൽ 7/100 അല്ല, 7/100. അതായത് 100 കൂടി താഴെ ആഡ് ചെയ്യുക. താഴെ മുകളിൽ നോമിനേറ്റർ താഴെ, ഇവിടെ 5 ആയപ്പോൾ താഴെ 105. 7 ആണെങ്കിലോ 7/105 107 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. 8 ആണെങ്കിലോ 8/108. 9 ആണെങ്കിലോ 8/109. മനസ്സിലാവുന്നുണ്ട്? ഇവിടെ പിന്നെ എൻട്രി സെയിം തന്നെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആ ഒരു എൻട്രി വരും. അതുപോലെ തന്നെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് കാണിക്കുന്നു. ഇനി ഇല്ലുസ്ട്രേഷൻ 3. സോ നോക്ക്, ഇല്ലുസ്ട്രേഷൻ ഫ്രം ദ ഫോളോയിങ് ട്രയൽ ബാലൻസ് ഓഫ് MMG ഗാർമെന്റ്സ് ഓൺ 31st March 2013 എന്താണ് ട്രയൽ ബാലൻസ്. ഇത് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാകണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാകണം ഫോർ ദ ഇയർ എൻഡർ 31st March 2013 ആൻഡ് ബാലൻസ് ഷീറ്റ് ഓൺ ദ ഡാറ്റ് ഡേറ്റ്. ബാലൻസ് ഷീറ്റ് ഉണ്ടാകും. സോ നോക്കുക, നമ്മൾ ആൾറെഡി ചെയ്തതാണ്. ജസ്റ്റ് ഞാൻ ഈ ഒരു ഇല്ലസ്ട്രേഷൻ മാത്രം പറയാം. ഫസ്റ്റ് വൺ ക്യാപിറ്റൽ വന്നിട്ടുണ്ട്. എവിടോട്ട് പോകും, ബാലൻസ് ഷീറ്റിലോട്ട് പോകും. ക്യാഷ് ഇൻ ഹാൻഡ് വന്നിട്ടുണ്ട്. എവിടോട്ട് പോകും, ബാലൻസ് ഷീറ്റ്. ക്യാഷ്, കാരണം അതൊക്കെ ഇത് അസറ്റ് ആണ്, ഇത് ലയബിലിറ്റി. ക്യാഷ് അറ്റ് ബാങ്ക് അസറ്റ്. പർച്ചേസ് വന്നിട്ടുണ്ട്. പർച്ചേസ് എവിടോട്ട് പോവുക, ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട്. സെയിൽസ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്, വേജ് ട്രേഡിംഗ് അക്കൗണ്ട്. പവർ നമ്മൾ എവിടെ എടുക്കുക, പവർ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആവാം, സംടൈംസ് വെരി മിക്കവാറും അത് ഇൻഡയറക്റ്റ് ആയിട്ടായിരുന്നു ഉണ്ടാവുക. ഓക്കെ, എനിവേ ഇതൊരു ലെങ്തി ക്വസ്റ്റ്യൻ ആട്ടോ, ശ്രദ്ധിച്ചിരുന്നു. ഓക്കെ, അത് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇപ്പോൾ താൽക്കാലികം എഴുതാം. അത് നോക്കാം, നമുക്ക് വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ. പിന്നെ ക്യാരേജ് ഇൻവേർഡ് ട്രേഡിംഗ് അക്കൗണ്ട്, ക്യാരേജ് ഔട്ട്വേർഡ് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, ഇൻവാർഡ് മാത്രമേ എന്ത് വരുള്ളൂ, പ്രോഫിറ്റിൽ വരുള്ളൂ. പിന്നെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. സ്റ്റോക്ക് 1/1/2006 വന്നിട്ടുണ്ട്. സ്റ്റോക്ക് 1/1/2006. ഓക്കെ, അതെന്താ നമുക്ക് നോക്കാം. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അസറ്റ് ആണ്. മിഷനറി അസറ്റ് ആണ്. സാലറി എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരും. ഇൻഷുറൻസ് എന്താ, ഇൻഷുറൻസ് പേയ്മെന്റ് ആയിരിക്കും അതിന്റെ, അപ്പോൾ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്ന അസറ്റ് ആണ്. സൺട്രി ഡെപ്റ്റേഴ്സ് ലയബിലിറ്റി. ഈ താഴെ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് കൂടെ ദ ഫോളോയിങ് അഡ്ജസ്റ്റ്മെന്റ്സ് ആർ ടു ബി അക്കൗണ്ട് ഫോർ. സ്റ്റോക്ക് 31st December 2013 16,000 രൂപയായിരുന്നു ഉണ്ടായിരുന്നു. 16,000 രൂപയുടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു കമ്പനിയിൽ. മിഷനറി ടു ബി ഡിപ്രീസിയേറ്റഡ് 10%. ഇപ്പോൾ ഡിപ്രീസിയേഷൻ നമ്മൾ കാണും, എത്ര കാണും, എത്രയാണോ അസറ്റ് ഉള്ളത് അതിന്റെ 10%. ബിൽഡിംഗ് ഡിപ്രീസിയേഷൻ എത്ര, 2% പറയാം. 2%, ഒരു വർഷത്തിന് 2%. അപ്പോൾ അത് എത്ര മാസമാണെന്നൊക്കെ വേണ്ടി കാൽക്കുലേറ്റ് ചെയ്യേണ്ടി. സാലറീസ് ഫോർ ദ മന്ത് ഓഫ് ഡിസംബർ ഔട്ട്സ്റ്റാൻഡിങ് 1200. ഡിസംബറിൽ എത്ര 1200 രൂപ കൊടുക്കാനുണ്ട്, അത് ഔട്ട്സ്റ്റാൻഡിങ് ആണ്, അത് ലയബിലിറ്റി ആണ്, ബാലൻസ് ഷീറ്റിൽ വരും. ഇൻഷുറൻസ് പ്രീമിയംസ് ഓഫ് പെയ്ഡ് ഫോർ 1 year എൻഡിങ് 30th June. അപ്പൊ നോക്കടാ, ഉണ്ടോ. അപ്പൊ ഇതെന്താ, നമ്മൾ നേരത്തെ അടുത്ത വർഷത്തില് ശരിക്കും ഇവിടെ 31 December കഴിയുന്നത്, ഇത് അടുത്ത വർഷത്തിൽ ഒരു 6 മാസത്തിൽ നമ്മൾ പ്രീപെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ, അപ്പോൾ ഒരു പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് നമുക്ക് എന്താണ്, അസറ്റ് ആണ്. ഓർക്കുന്നുണ്ടോ?
Make the journal entries for the adjustments put by the trading and profit and loss account. താഴെ തന്നിരിക്കുന്ന കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുക, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും കിട്ടുക. അപ്പോൾ നോക്കിക്കോ, നമ്മൾ ഓരോ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യും. നമ്മൾ ആദ്യം നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ഇവിടെ കുറേ എൻട്രീസ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം വഴി. അത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക, അപ്പോഴാണ് നമുക്ക് എൻട്രീസ് ഒക്കെ കിട്ടും. ഫസ്റ്റ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് അല്ലേ. ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് തട്ടാം. വേർ ഈസ് ഓപ്പണിംഗ് സ്റ്റോക്ക്? ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഇതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് അല്ലേ. ഇത് ആക്ച്വലി ഇവരുടെ ഡേറ്റ് മിസ്റ്റേക്ക് ആ തോന്നുന്നു. ഇതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് കൊണ്ട് അവർ ഉദ്ദേശിച്ചത്. ഓപ്പണിംഗ് സ്റ്റോക്ക് കേട്ടോ. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്താണ്? ട്രേഡിംഗ് ആൻഡ് അക്കൗണ്ടിന്റെ ഫോർമാറ്റിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്ര? 5660. അപ്പോൾ നമ്മളവിടെ എഴുതി സ്റ്റോക്ക്. പിന്നെ അതിന്റെ താഴെ എന്താ? പർച്ചേസ് എഴുതി. ഇവിടെ പർച്ചേസ് റിട്ടേൺ ഇല്ല. പർച്ചേസ് റിട്ടേൺ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യുക? പർച്ചേസ് റിട്ടേൺ എഴുതിയിട്ട് നമ്മൾ ഓർക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഉണ്ടോ ഇവിടെ പവർ ഉണ്ടോ? പവർ ഇവിടെ ഡയറക്റ്റ് ചിലപ്പോൾ നമ്മള് ചിലപ്പോൾ നമ്മൾ സപ്പോസ് നമ്മളൊരു സാധനം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, അത് നമ്മൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ സപ്പോസ് അവർ സാധനം നമ്മൾ ഒരാളെ കൊടുന്ന് വിട്ടയച്ചിട്ട് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ അതിന് കാരേജ് ഇൻവേർഡ് എന്ന് പറയും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ റെന്റൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പ്രൈസ് എന്ന് പറയും. സപ്പോസ് നമ്മളെ വണ്ടി തന്നെയാണ്, അതിനകത്ത് പവർ മാത്രം ഫ്യൂൽ അടിച്ചാൽ പോരെ. അതാണ് ഈ പവർ. ഈ പവർ നമ്മൾ എങ്ങനെ ഇത് ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണോ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണോ നമുക്ക് വേണമെങ്കിൽ ഡിസൈഡ് ചെയ്യാം കേട്ടോ. നമുക്ക് നമ്മൾ അസ്യൂംഡ് ദാറ്റ് പവർ ഈസ് ദ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നത് വേണമെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അപ്പുറം എന്ത് ഓർമ്മ ഉണ്ടല്ലോ, വെയിറ്റ് എന്താണ്? ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇതൊക്കെ എപ്പോഴും ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് എടുക്കാറുണ്ട്. പിന്നെ എന്തായിരുന്നു ട്രേഡിംഗ് അക്കൗണ്ട്? പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസ് അത് കാരേജ് ഇൻവേർഡ് അത് വന്നിട്ടുണ്ട്, പവറും. ഓക്കെ, അപ്പോൾ ഇത് കുറേ കാര്യങ്ങൾ കഴിഞ്ഞു വരും. എന്തൊക്കെ കഴിഞ്ഞു? പർച്ചേസ് നമ്മൾ എടുത്തു. സെയിൽസ് പറയാം. വേജ് എടുത്തു, പവർ എടുത്തു. പവർ നമ്മൾ നോട്ട് ചെയ്തത് അത് എവിടെ ഇട്ടായിരുന്നു? അത് ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് നമ്മൾ എടുത്തത്. ഇനി അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുത്തു എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. പ്രോഫിറ്റ് അപ്പോഴും സെയിം തന്നെ ആയിരിക്കും. പക്ഷെ സാധാരണ പവർ നമ്മൾ എവിടെ എടുക്കാറുള്ളത് ട്രേഡിംഗ്. പിന്നെ കാരേജ് ഇൻവേർഡ്. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, കാരേജ് ഇൻവേർഡ് നമ്മൾ പർച്ചേസ് ചെയ്യാനാണ്. നമ്മൾ പറഞ്ഞില്ലേ പർച്ചേസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എക്സ്പെൻസ് ആണ് ഡയറക്റ്റ് എക്സ്പെൻസ്. പക്ഷെ ഈ കാരേജ് ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ ഇത് സെയിൽ ചെയ്യാനായിട്ടുള്ള എക്സ്പെൻസ് ആണ്. ഔട്ട്വേർഡ് പുറത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്ന ചിലവാണ്. അപ്പൊ ഇത് എഴുതേണ്ട ആവശ്യമുണ്ട്? ഇത് എഴുതരുത്, നോട്ട് ചെയ്യണം. ഇത് സെയിൽ ചെയ്യണം, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് പോകണം. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടെ എഴുതുന്നു ട്രേഡിംഗിൽ നിന്ന്. പിന്നെ സെയിൽസ് എഴുതുന്നു, ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതുന്നു. ക്ലോസിംഗ് സ്റ്റോക്ക് അവർ തന്നെത്തി. സെയിൽസ് ഇവിടെ എഴുതി. സെയിൽസ് നമ്മൾ നേരത്തെ കണ്ടല്ലോ, ഇവിടെ സെയിൽസ് ഉണ്ട്. ഇവിടെ സെയിൽസ് റിട്ടേൺ ഇല്ല. സെയിൽസ് റിട്ടേൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്തിട്ടാണ് സെയിൽസ് എഴുതുക. സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്തിട്ട് അത്ര ഇടുന്നതുകൊണ്ടാണ്, കാരണം അത്രയും സെയിൽ നടന്നില്ലല്ലോ, സെയിൽ കുറക്കണം. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു. ഇതാകുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് ഇതാണ്. ഡിസംബർ നമ്മളിവിടെ കലണ്ടർ ഇയർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ കലണ്ടർ അത് കഴിയുമ്പോൾ ഇവിടെ എത്ര? 31 ഡിസംബർ 2013 എത്ര ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്? 10,000. എനിക്ക് തോന്നുന്നത് ഈ ഡേറ്റ് എന്ന് പറയുന്നത് ഇത് 2013 വേണ്ടത്. മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ അത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആവാം. അത് അവരുടെ അടുത്ത് വന്ന മിസ്റ്റേക്ക് ആണെന്ന് ഞാൻ വിചാരിക്കും. അപ്പൊ ഇത് ക്ലോസിംഗ് സ്റ്റോക്ക് 10,000. ആ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എഴുതി. ഇനി എന്തെങ്കിലും ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് കിട്ടാനുണ്ടോ നമുക്ക്? ഇല്ല, എല്ലാം കിട്ടി. ട്രേഡിംഗ് അക്കൗണ്ടിൽ 3 കാര്യം. ഒന്ന് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെ? ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, ഡയറക്റ്റ് എക്സ്പെൻസ്. അത് 3 വന്നില്ലേ? ഇനി ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെയുള്ളത്? ക്ലോസിംഗ് സ്റ്റോക്ക്, സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ സെയിൽ അതൊക്കെ ചെയ്യാം. അപ്പൊ നമ്മളത് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടൂടെ? രണ്ട് സൈഡും ആഡ് ചെയ്യും. ആദ്യം ക്രെഡിറ്റ് സൈഡിൽ ആഡ് ചെയ്തു. എത്ര കിട്ടി? 88,000 കിട്ടി. ഇനി നമുക്ക് ഡെബിറ്റ് സൈഡ് ആഡ് ചെയ്യാം. ഡെബിറ്റ് സൈഡ് നമ്മൾ ഇത്രയും ആഡ് ചെയ്തു. അപ്പോൾ ഒരു എമൗണ്ട് ഇട്ടുണ്ടാവും. അത് ഈ 88,000 നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അതാണ് ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ്. ഇവിടെ പ്രോഫിറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ്. മനസ്സിലായോ? അപ്പൊ പ്രോഫിറ്റ് കഴിഞ്ഞു. അപ്പൊ ആ കാര്യം കഴിഞ്ഞു. ട്രേഡിംഗ് അക്കൗണ്ട് സിമ്പിൾ ആയിട്ട് ചെയ്തില്ലേ? ഇനി ഈ ട്രേഡിംഗ് പ്രോഫിറ്റ് എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ ഈ സൈഡിലോട്ട് ഇതൊക്കെ ഹെഡിങ്ങും കാര്യങ്ങളൊക്കെ എഴുതണം. അത് നിങ്ങൾ നോക്കാം. ഇവിടെ ട്രേഡിംഗ് ആകുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ഇയർ. കമ്പനിയുടെ പേര് എഴുതുക ഒന്നുകൂടെ ബെറ്റർ.
ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് വന്നാൽ പ്രോഫിറ്റ് ഇവിടെയുള്ള 21,970 ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ ഇങ്ങോട്ട് വരും. ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇവിടെ നമ്മളോട് പറഞ്ഞു സാലറി നമ്മൾ എത്ര രൂപയുടെ കൊടുത്തു? സാലറി ഇവിടെ 4,000 ഉണ്ട്. നമ്മൾ നോക്കണേ, ഇനി നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് എഴുതും? എക്സ്പെൻസസ് എഴുതും. ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്ത് എഴുതും? ഇൻകം എഴുതും. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് മുതൽ ക്യാപിറ്റൽ വേണ്ട, ക്യാഷ് ഇൻ ഹാൻഡ് വേണ്ട, ക്യാഷ് ആൻഡ് ബാങ്ക്, കാരണം അതൊക്കെ അസറ്റ് ആണ്, അതൊക്കെ ബാലൻസ് ഷീറ്റിലായി. പിന്നെ നമ്മൾ ഈ ഹൈലൈറ്റ് ചെയ്തൊക്കെ ഓൾറെഡി എഴുതി. ക്യാരേജ് ഔട്ട്വേർഡ്, ഓക്കെ, ക്യാരേജ് ഔട്ട്വേർഡ് എവിടെ ചെയ്യണം? ഡെബിറ്റ് സൈഡ് ചെയ്യും. അപ്പോൾ ക്യാരേജ് ഔട്ട്വേർഡ് 3,500. അപ്പോൾ ഞാനത് എഴുതാൻ പോവാണ്. എവിടെ എഴുതണം? നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്യാരേജ് ഔട്ട്വേർഡ് എഴുതിയല്ലോ, എഴുതി. ഇനി അടുത്തത്, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ലാൻഡ് ആൻഡ് ബിൽഡിങ് എവിടെ പോകേണ്ടതാ? നമ്മുടെ ബാലൻസ് ഷീറ്റ് ആണ്. സോ ഡോണ്ട് കെയർ. മിഷനറി ആവശ്യമില്ല, സെറ്റാണ്, പോട്ടെ. സാലറി എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെൻസ് ആണ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരും. പക്ഷേ ഈ സാലറി എന്ന് പറഞ്ഞാൽ നമ്മൾ പേ ചെയ്ത എമൗണ്ട്, നമ്മൾ പേ ചെയ്തു, ഓക്കെ. പക്ഷെ നമ്മൾ പേ ചെയ്യാത്തൊരു എമൗണ്ടിനെ കുറിച്ച് ഇവിടെ പറയണ്ട. സാലറീസ് ഫോർ ദ മന്ത് ഡിസംബർ 1,200 ഔട്ട്. 1,200 കൊടുക്കാനും ഉണ്ട്. അപ്പൊ നോക്കിക്കോ, ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുണ്ട് കൊടുക്കാൻ. അപ്പൊ ഇതിന് ആക്ച്വലി രണ്ട് എഫക്ട് ചെയ്യുക, രണ്ടോടത്തെ എഫക്ട്. ഒന്നെന്ന് പറയുന്നത് സാലറി എന്ന് പറയുന്ന എക്സ്പെൻസ് എത്ര കൂടും? 1,200 കൂടും. കാരണം ഈ വർഷം ഇത് അടുത്ത വർഷമായിരിക്കും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ സാലറി എന്ന് പറയുന്നത് കൂടും ചെയ്യും. അതുപോലെ തന്നെ സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്ന അക്കൗണ്ടും കൂടും. എത്ര? 1,200. മനസ്സിലാവുന്നുണ്ടോ? ഇത് രണ്ടും കൂടും. അപ്പൊ നമ്മുടെ ഈ സാലറി എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് അക്കൗണ്ട് ആണ്. സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ഒരു ലയബിലിറ്റി അക്കൗണ്ട്. അപ്പൊ ഈ സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് എങ്ങോട്ട് പോകണം? അതാണ് ഇതിന്റെ എൻട്രി വരിക. സാലറി അക്കൗണ്ട് ഡെപ്റ്റേഴ്സ്, സാലറി ഔട്ട്സ്റ്റാൻഡിങ്. അപ്പൊ നമ്മുടെ ഈ സാലറി ഔട്ട്സ്റ്റാൻഡിങ് എവിടെ വരണം? ബാലൻസ് ഷീറ്റ് വരണം, കാരണം ഇത് ലയബിലിറ്റി അല്ലേ. അപ്പൊ പക്ഷെ മാത്രമല്ല, ഈ 1,200 എന്ന് പറഞ്ഞ സാലറി നമ്മളിപ്പോ കൊടുത്തിട്ട് 4,000 കാണിച്ചിട്ടുള്ളൂ. നമ്മുടെ ആ പെട്ടിയിൽ കണ്ട് താഴെ തന്ന അഡ്ജസ്റ്റ്മെന്റിൽ അവിടെ 1,200 തന്നെ. അപ്പൊ ശരിക്കും 1,200 ഏതിൽ ഇൻക്ലൂഡ് ചെയ്യണം? ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ നോക്കിക്കോ, സാലറി 4,000 അല്ല അവർ എഴുതുക. ഈ 4,000 പ്ലസ് ഔട്ട്സ്റ്റാൻഡിങ് കൊടുക്കാത്ത പൈസ, ഇത് കൊടുത്ത പൈസ 1,200. അതായത് ആക്ച്വൽ സാലറി അപ്പൊ എത്രയാണ്? 5,200. ഇതാണ് നമ്മൾ എവിടെയോട്ട് എഴുതേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് എഴുതും. മനസ്സിലാവുന്നുണ്ടോ? ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ഉണ്ടോ? സാലറി 4,000, സാലറി ഔട്ട്സ്റ്റാൻഡിങ് 5,200. പിന്നെ ഇനി വേറൊരു കാര്യം, ഇനി അടുത്തത് നോക്കുക. അത് കഴിഞ്ഞു, സാലറി കഴിഞ്ഞു. ഇൻഷുറൻസ് 600 രൂപ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു വർഷത്തിന്റെ 1 ഇയറിന്റെ ആണ് ഈ ഒരു. അതെവിടെ പറഞ്ഞിട്ടുള്ളത്? നോക്കേ, ഇൻഷുറൻസ് പ്രീമിയം വാസ് പ്രീപെയ്ഡ്. കാണുന്നുണ്ടോ? ഇൻഷുറൻസ് പ്രീമിയം പ്രീപെയ്ഡ് 30th ജൂൺ. അതായത് ഈ ഫൈനാൻഷ്യൽ എപ്പോഴും അവസാനം ഈ 600 രൂപ ഇനി ഇതിലോട്ട് നോക്കാം. ഈ 600 എന്ന് പറയുന്നത് ഒരു വർഷത്തിലെ എന്താണ്? ഇൻഷുറൻസ് പ്രീമിയം ഒരു വർഷത്തിനടക്കും. അപ്പൊ നോക്കി, അതായത് ഇത് എന്നാ തുടങ്ങണേ? ഇത് എൻഡ് ചെയ്യുന്നത് 30th ജൂൺ. ഇവിടെ പറയുന്നുണ്ട് 30th ജൂൺ 2014 എന്ത് ചെയ്യുന്നത്? ഇത് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു വർഷത്തേക്കാവുമ്പോൾ ഇതിന്റെ സ്റ്റാർട്ടിങ് എന്നായിരിക്കും? ജൂൺ, ജൂലൈ. ഓക്കെ, അതായത് 1st ജൂലൈ 2013 മുതൽ 30th ജൂൺ 2014 വരെ ആയിരിക്കും ആക്ച്വലി. അപ്പോ ഇതല്ല ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതാണ് എന്ത് ഇതിന്റെ ആ ഒരു ടൈം എന്ന് പറയുന്നത്. അതാണ് ഈ 1 ഇയർ. പക്ഷേ അപ്പൊ ഇത് 1 ഇയർ ആണ് ഇതിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ജൂലൈ മുതൽ നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ, നമ്മളിവിടെ അക്കൗണ്ടിങ് ഇയർ ആണ് ഫോളോ ചെയ്യുന്നത്. സോ നമ്മുടെ ഫൈനാൻഷ്യൽ എൻഡ് ചെയ്യും. നമ്മൾ എന്നത് പ്രിപ്പയർ ചെയ്യുന്ന ഫൈനാൻഷ്യൽ ഇയർ 31st ഡിസംബർ 2013 അത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ നോക്കടാ, ഈ പറഞ്ഞ ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 6 മാസം ഈ വർഷത്തെ. അപ്പൊ ഈ ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ 600 രൂപയില് 6 മാസത്തത് ഈ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ 1 ജനുവരി 2013 മുതൽ 31st ഡിസംബർ 2013 വരെ. അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള അതാണ് എന്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഫൈനാൻഷ്യൽ.
അപ്പൊ ഇനി അടുത്തൊരു ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഏതാ? അപ്പൊ ആക്ച്വലി നോക്കണം, 6 മാസം ഈ ഫൈനാൻഷ്യൽ ഇയറും അടുത്ത 6 മാസത്തെ ശരിക്കും കൂടെ നമ്മൾ ശരിക്കും അധികം പേ ചെയ്തിരിക്കുക. ഈ ഫൈനാൻഷ്യൽ എത്ര മാസമുള്ളൂ? ആക്ച്വലി 6 മാസത്തിന്റെ പേ ചെയ്തിട്ടുള്ളൂ, ജൂലൈ ടു ഡിസംബർ. ബാക്കി ജനുവരി ടു ജൂൺ വരെ ഉള്ളത്, അതായത് 2014 ജനുവരി ടു ജൂൺ വരെ ഉള്ളത് ആക്ച്വലി നേരത്തെ പേ ചെയ്തിരിക്കില്ല. അത് അടുത്ത ഫൈനാൻഷ്യൽ ഇയറിലാണ് നമ്മൾ ആക്ച്വലി കൊടുക്കേണ്ടത്. നമ്മൾ അത് ഇപ്പോഴേ കൊടുക്കും. അപ്പോ ഈ 600 രൂപ എന്ന് പറയുന്നത് എന്താ? ഈ 600 രൂപയിൽ ഈ 6 മാസം ഒരു കൊല്ലം 6 മാസം പകുതിയല്ലേ, അത് അരക്കൊല്ലല്ലടാ. അപ്പൊ അരക്കൊല്ലത്തിന് നമുക്ക് ഇപ്പൊ എടുക്കാം. അതായത് ഈ 600ൽ 300 രൂപ എന്ന് പറയുന്നത് ഈ കൊല്ലത്തിന്റെ അല്ലെങ്കിൽ ഈ ഫൈനാൻഷ്യൽ ഇയറിൽ വരുന്ന ഇൻഷുറൻസ് ആണ്. ബാക്കി വരുന്ന 300 എന്ന് പറയുന്നത് എന്താ? അടുത്ത വർഷം കൊടുക്കേണ്ടതാണ്. അപ്പൊ ഈ ഇൻഷുറൻസ് എന്ന് പറയുന്നത്, അപ്പൊ ഇതെന്താ? ഇതൊരു പ്രീപെയ്ഡ് ഐറ്റം ആണ്. പ്രീപെയ്ഡ്, ഇതെന്താണ്? പ്രീപെയ്ഡ്. അതായത് അടുത്ത വർഷം കൊടുക്കേണ്ടത് നമ്മൾ ഇപ്പോഴേ കൊടുത്തതായിട്ട് കാണും. അതിനെ പ്രീപെയ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രീപെയ്ഡ് എന്ന് പറയുന്നത് പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഏത് പ്രീപെയ്ഡ് എക്സ്പെൻസും അസറ്റ് ആണ്. എന്താണ്? അസറ്റ്. അപ്പൊ ഈ അസറ്റ് എന്ന് പറയുന്നത് ഇതിന് എൻട്രി എങ്ങനെ വരിക എന്ന് പറയും. ഓക്കെ, ഇതിന് എൻട്രി എങ്ങനെ വന്നിട്ടുണ്ടാവും എന്ന് വെച്ചാൽ, നമ്മളിത് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുന്നുണ്ടാവും, ഇൻഷുറൻസ് ഓഫ് ഇൻഷുറൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അവരുടെ എക്സ്പെൻസ്, ക്യാഷ് ആണെങ്കിൽ ബാങ്ക് ആണെങ്കിൽ ബാങ്ക്, എന്നിട്ട് 600 തന്നെ എഴുതിയിട്ടുണ്ടാവും. ഇനി ഈ 600ന്ന് ഇവിടെ ചിലപ്പോൾ എൻട്രി അവരെ എഴുതിയിട്ടുണ്ടാവും. ഈ 600ന്ന് പക്ഷേ ഈ 600 ഇൻഷുറൻസ്, ഇതിപ്പോ ഈ 600 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് പോകും. അത്രയും പോകാൻ പറ്റുമോ? പോയില്ല. അതിനൊരു എൻട്രി എഴുതണം, അതായത് പ്രീപെയ്ഡ് ഇൻഷുറൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, എന്ത്? പ്രീപെയ്ഡ് ഇൻഷുറൻസ് പ്രീമിയം. അതായത് ഈ വർഷം അടുത്ത വർഷത്തേക്ക് എത്ര റുപ്യ അടച്ചിട്ടുണ്ടാവും ഇതിൽ? 600 റുപ്യ ആണെങ്കിൽ 300 റുപ്യ ഈ വർഷത്തേക്കും 300 റുപ്യ അടുത്ത വർഷത്തേക്ക്. അപ്പൊ പ്രീമിയം എത്ര? 300 ടു ഇൻഷുറൻസ് അക്കൗണ്ട് 300. ഇപ്പൊ എന്ത് ചെയ്തു? 600 ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് സൈഡിൽ ശരിക്കും 600 റുപ്യ അക്കൗണ്ടിൽ ലെഡ്ജറിൽ വന്നിട്ടുണ്ടോ? ക്രെഡിറ്റ് സൈഡിൽ 300 രൂപ. ഒരു സെറ്റ് ഓഫ് ആയിട്ട് അപ്പൊ എത്ര ആയിട്ടുണ്ടോ? 300 ആയിട്ട്. നോക്കിക്കോ, അതേ എൻട്രി വന്നിട്ടുണ്ടാവും. ഇതാ പ്രീപെയ്ഡ് ഇൻഷുറൻസ് അക്കൗണ്ട് 300. ഈ 300 എന്ന് പറയുന്നത് അപ്പൊ എന്താ? അപ്പൊ ഈ എൻട്രി ഇട്ടാലേ നമുക്ക് പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എഴുതാം. നമുക്ക് ഇത് എൻട്രി ഇട്ടാലേ നമുക്ക് ഇത് പിന്നീട് നോക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെയാണ് ഈ 300 ആണ്. അപ്പൊ ഇനി ഇതിലോട്ട് നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ? ഈ പ്രീപെയ്ഡ് ഈ 600 ഇവിടെ ഇവിടുത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരണ്ടല്ല, അടുത്ത വർഷത്തിലോട്ട് വരണം. അപ്പൊ ആ 300 വർഷത്തെ 300 എഴുതി. ഇനി ഈ പ്രീപെയ്ഡ് എങ്ങോട്ട് പോകും? ബാലൻസ് ഷീറ്റിലോട്ട് പോകും. അവിടെ അസറ്റ് ആയിട്ടും കാണും അല്ലേ, കാരണം അത് അസറ്റ് ആണ്. ഇനി മിഷനറി ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ഇനി മിഷനറി, ഇനി നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പൊ സാലറീസ് കഴിഞ്ഞു, ഇൻഷുറൻസ് കഴിഞ്ഞു, 100 ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സിലും ഒന്നുമില്ല. നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് താഴെ കുറെ പോയിന്റ്സ് ഒന്നുണ്ടല്ലോ, അതൊക്കെ ഓരോ നോക്കാം. സ്റ്റോക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി മിഷനറി വഴി ഡിപ്രീസിയേഷൻ 10%. ഡിപ്രീസിയേഷൻ 10% ആണ്. അപ്പൊ ഡിപ്രീസിയേഷന്റെ എൻട്രി ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവര് ഡിപ്രീസിയേഷൻ എൻട്രി ചെയ്തിട്ടുണ്ട്. സോ എങ്ങനെ കാണുന്നു വന്നു? ആദ്യം നമുക്ക് ഏതിന്റെ ഡിപ്രീസിയേഷൻ കാണാം? ഡിപ്രീസിയേഷൻ 10% പെർ ആനം ബിൽഡിങ്ങിന് 10% ഡിപ്രീസിയേഷൻ. ബിൽഡിംഗ് എടുക്കാം. വേറെ ബിൽഡിംഗ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. എത്ര? 40,000 രൂപയാണ് ഇപ്പൊ ഉള്ളത്. ഇപ്പൊ ഉള്ളത് എത്രയാണ്? 40,000. ഒരു കൊല്ലം കഴിയുമ്പോൾ ഇതിന്റെ വാല്യൂ കുറയും. എത്ര കുറയുന്ന പറഞ്ഞത്? 10%. അപ്പൊ 40,000ത്തിന്റെ 10% എങ്ങനെയാണ്? 10/100 കട്ട് ചെയ്തു പോവും. 0 അതായത് 400 ഇൻറ്റു 10 4000. അപ്പൊ 4000 ആയിരിക്കും എന്തുണ്ടാവുക? അതിന്റെ ഡിപ്രീസിയേഷൻ വരിക. സോറി, ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ മിഷനറിക്കാണ് എന്ത് 10%. ഇവിടെ ഈ 4000 എന്ന് പറയുന്നത് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിനല്ല, മിഷനറിക്കാണ്. സോ ചെറിയൊരു മിസ്റ്റേക്ക്. 2% ആണ് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്. അപ്പൊ 10% ആയിരിക്കും. 10% ആരത് കാണണം? മിഷനറിയുടെ കാണണം. മിഷനറിയുടെ 10%, അത് 20,000ത്തിന്റെ 10%. 10/100. 0 കട്ടാകും. 200 ഇൻറ്റു 2000. അതായത് 2000 രൂപ ആർക്ക്? മിഷനറിയുടെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 2000. ഇനി
ആര് ഡിപ്രീസിയേഷൻ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ ഡിപ്രീസിയേഷൻ നമ്മൾ എത്രയാണ് 2%. അപ്പൊ എങ്ങനെയാണ് 40,000 ഇൻറ്റു 2/100. 2% ആണ് 2/100 ആണെന്ന് അറിയാലോ. 0 കട്ടാവുന്നു, ഇവിടെ 0 400 ഇൻറ്റു 2 800. അപ്പൊ ഡിപ്രീസിയേഷൻ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഡിപ്രീസിയേഷൻ നമ്മൾ എത്രയായിട്ട് കാണും 800ഉം മിഷനറിക്ക് നമുക്ക് എത്രയും കണ്ടു 2000. ടോട്ടൽ ഡിപ്രീസിയേഷൻ എത്രയാണ് 2800. ഈ 2800 നമ്മൾ എങ്ങോട്ട് വന്നോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കേട്ടോ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അതാണ് ഈ മിഷനറി ഇവിടെ ഉണ്ടോ. ഇത് നമ്മളിപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളവിടെ ഡിപ്രീസിയേഷൻ മിഷനറിയിൽ 2000 ബിൽഡിംഗ് 800 അങ്ങനെ ടോട്ടൽ 2800. അപ്പൊ കണ്ടോ ഈ കാര്യങ്ങളൊക്കെ ഇതിന്റെ ഇനി ഇപ്പൊ ഈ ഇത് എൻട്രി എടുത്തപ്പോ നമ്മൾ ശരിക്കും അതിന്റെ എൻട്രി കൂടി ഇടണ്ടേ. അതാണ് ഇട്ട് കണ്ടോ ഡിപ്രീസിയേഷൻ എത്ര 2500, മിഷനറി എത്ര 2000, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എത്ര 2000. അങ്ങനെയാണ് ആ എൻട്രി ഇട്ടതാണത്. ഇത് കോമ്പൗണ്ട് എൻട്രി നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് അടിക്കാൻ. ഇനി കണ്ടോ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് കണ്ടോ സാലറി ഔട്ട്സ്റ്റാൻഡിങ്ങിന് എൻട്രി അത് നമ്മൾ പറഞ്ഞു. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് ടു ട്രേഡിംഗ് അക്കൗണ്ട് ക്ലോസിംഗ് സ്റ്റോക്കിനെ ട്രേഡിംഗ് അക്കൗണ്ടിലൂടെ കൊണ്ടുപോയ എൻട്രി എൻട്രി ഞാൻ പറഞ്ഞു ട്രാൻസ്ഫറിങ് എൻട്രി അതിനെന്താ പറയാ ട്രാൻസ്ഫറിങ് എൻട്രി. പിന്നെ പ്രീപെയ്ഡ് ഇതും പറഞ്ഞു. അപ്പൊ എൻട്രീസ് നമ്മൾ ഫുള്ളായി. അപ്പൊ അതും കഴിഞ്ഞു. ഇനി ഗ്രോസ് പ്രോഫിറ്റ് ഇവിടെ നമുക്ക് വേറെ ഇൻകംസ് ഒന്നും വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാം എടുത്തു ഉണ്ടോ ഡിപ്രീസിയേഷൻ എടുത്തു, സാലറി എടുത്തു, ഇൻഷുറൻസ് പ്രീമിയം എടുത്തു, പിന്നെന്തായിരുന്നു കൺട്രി ക്രെഡിറ്റേഴ്സ് അത് നമ്മൾ ബാലൻസ് ഷീറ്റ് തന്നില്ല. ഇനി വേറെ ഒന്നുമില്ല. ബാക്കിയുള്ള ആസറ്റും ഇത് മാത്രമേ ഉള്ളൂ. സാലറീസ് എടുത്തു, മിഷനറി ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ഇനി അപ്പൊ നോക്കടാ ശരിക്കും നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തില്ലേ. യെസ്. അപ്പൊ എന്ത് ചെയ്തു ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ വാല്യൂ കുറഞ്ഞു. എത്ര കുറഞ്ഞു ഇവിടെ 800 കുറഞ്ഞു. അപ്പൊ നോക്കടാ ഡിപ്രീസിയേഷൻ നമ്മൾ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ മുകളിൽ നമ്മൾ എത്ര കണ്ടേ 800, മിഷനറിയുടെ മുകളിലോ 2000. ഇനി അപ്പൊ മിഷനറിയിൽ 2000 10% കണ്ടു. അതായത് ഈ 2000 20,000 2000 കുറക്കണം. അപ്പൊ ഇനിയിപ്പോ ശരിക്കും ഇനി നമ്മളെ ബാലൻസ് ഷീറ്റിൽ എത്ര വാല്യൂ ഉണ്ടാകാൻ പറ്റുള്ളൂ 18,000 ഉണ്ടാകാൻ പറ്റും. അപ്പൊ ഇനി ബാലൻസ് ഷീറ്റിൽ നമ്മൾ എഴുതുമ്പോൾ മിഷനറിയുടെ 20,000 എഴുതാൻ പാടില്ല. കാരണം 2000 നമ്മൾ ഡിപ്രീസിയേഷൻ നമ്മൾ അതിന്റെ വാല്യൂ കുറഞ്ഞതായിട്ട് കാണിച്ചു. ഡിപ്രീസിയേഷൻ പറഞ്ഞാൽ അസറ്റിന്റെ വാല്യൂ കുറയുന്നല്ലേ. അസറ്റിന്റെ വാല്യൂ കുറഞ്ഞു എത്ര 2000 വെച്ച് കുറഞ്ഞു. ഇപ്പൊ ഇനിയിപ്പോ എത്ര കാണിക്കാൻ പറ്റുള്ളൂ 18,000 ആണ്. അതുപോലെ തന്നെ നോക്കേ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 40,000 ഉണ്ടായിരുന്നു. അതിന് 800 രൂപ കുറച്ചു. 800 രൂപ പറയുന്നത് 2% എത്ര പറഞ്ഞാൽ തരും 40,000 മൈനസ് 800 എത്ര 39,200 മാത്രമേ ഇനി എന്തുണ്ടാവുള്ളൂ. സോ ഇങ്ങനെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ്. ഇനി നമ്മളപ്പോ ഇനി അത് കഴിഞ്ഞു. അവിടെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കണ്ടു. നെറ്റ് പ്രോഫിറ്റ് എത്ര കിട്ടിയ നെറ്റ് പ്രോഫിറ്റ് ഞാൻ വീണ്ടും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാലോ 10,470. ഇതിലൂടെ ആഡ് ചെയ്യണം ക്യാപിറ്റലിലൂടെ ആഡ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ട്. ഇതാണ് ഇതിലേക്ക് ട്രീറ്റ്മെന്റ്. ഇനി ബാലൻസ് ഷീറ്റിലേക്കാണ്. ഇവിടെ നോക്കണേ ഇവര് ഇത് ലിക്വിഡിറ്റി ബേസ്ഡില്ല നമ്മൾ ലിക്വിഡിറ്റി ബേസിസ് എന്ന് പറഞ്ഞു. ഇത് ചെയ്തിട്ടുള്ള ലിക്വിഡിറ്റി ബേസ് ക്യാഷ് അറ്റ് ബാങ്ക് മുകളിൽ ക്യാഷ് അറ്റ് ബാങ്ക് എഴുതി, സൺട്രി ഡെപ്റ്റേഴ്സ് എഴുതി, ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതി. ഓക്കെ. ഇനി പ്രീപെയ്ഡ് ഇൻഷുറൻസ് ഞാൻ പറഞ്ഞു. പ്രീപെയ്ഡ് ഇൻഷുറൻസ് നമ്മളൊരു 300 ഉണ്ടായിരുന്നു 6 മാസം. അത് അസറ്റാണ്. അസറ്റ് സൈഡിൽ എഴുതി. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 40,000 ഉണ്ടായിരുന്നു. അതിൽ ലെസ് ഡിപ്രീസിയേഷൻ കുറച്ചുണ്ടാവും 39,200 എഴുതിയുള്ളൂ. അതാണ് ഡിപ്രീസിയേഷൻ കുറച്ച്. മിഷനറി 20,000 ഉണ്ടാവും. ലെസ് ഡിപ്രീസിയേഷൻ 18,000 എഴുതി. അസറ്റ് ഒക്കെ എഴുതി. ഈ ലയബിലിറ്റി സാലറി ഔട്ട്സ്റ്റാൻഡിങ് എത്ര സാലറി ഔട്ട്സ്റ്റാൻഡിങ് പോയിന്റ് നോക്കിയാണ്. കാരണം എന്താ നമ്മൾ ലയബിലിറ്റി ആണ് ലയബിലിറ്റി. ഇനി എന്ത് ചെയ്തു സൺട്രി ക്രെഡിറ്റേഴ്സ് അത് പിന്നെ തന്നിട്ടുണ്ട് 10,000. പിന്നെ ക്യാപിറ്റൽ പ്ലസ് ആഡ് നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എങ്ങനെയുണ്ട് അത് കിട്ടി. ഇപ്പോൾ 90,470 ആയി മാറി ക്യാപിറ്റൽ. രണ്ടും ടാലി ചെയ്ത് നോക്കണം. ഇതാണ് ശരിക്കും ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ട്. കേട്ടോ നേരത്തെ ചെയ്ത പ്രൊസീജിയേഴ്സിന് നമ്മളിപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എല്ലാം ചെയ്തു. പക്ഷേ എന്താ ഇവിടെയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ പല നമ്മൾ കാണാത്ത പല അഡ്ജസ്റ്റ്മെന്റുകൾ ഇവിടെ വന്നു. ഓക്കെ. അപ്പൊ ആ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ എന്ത് ചെയ്യാം നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മനസ്സിലായോ പ്രീപെയ്ഡ്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഇതിലൂടെ എന്താ മനസ്സിലായേ ഒരു പ്രീപെയ്ഡ് എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക. ഒന്നുകൂടെ പറയാം. പ്രീപെയ്ഡ് എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ 2 ട്രീറ്റ്. ഒന്നാണ് എല്ലാ പ്രീപെയ്ഡ് എക്സ്പെൻസും ബാലൻസ് ഷീറ്റ് വരണം. കാരണം പ്രീപെയ്ഡ് എക്സ്പെൻസ് പറഞ്ഞാൽ അതൊരു അസറ്റാണ്. ഓക്കെ. അപ്പൊ ആസറ്റ് എവിടെ വരണം
പിന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, ആ എക്സ്പെൻസ് നിന്ന് കുറച്ചിട്ട് വേണം. സപ്പോസ് 600 രൂപയുടെ ഇൻഷുറൻസ് പ്രീമിയം എടുത്തു, അതിൽ 300 രൂപയുടെ ഇൻഷുറൻസ് പ്രീമിയം മാത്രം ഈ വർഷത്തേക്കുള്ളൂ. അതായത് ഈ വർഷത്തേക്ക് 300, ബാക്കി 300 എവിടോട്ട് പോകേണ്ടത് അടുത്ത വർഷം. അപ്പോൾ ആ 600 കാണിക്കാൻ പാടില്ല. എവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എത്ര കാണിക്കാൻ പറ്റും? 300 കാണിക്കും. ബാക്കി 300 നിങ്ങൾ അക്കൗണ്ടിൽ കൊണ്ടുപോകും വേണം. ഇനി അപ്പോൾ അത് അങ്ങനെ കഴിയും. ഇപ്പൊ നോക്കിക്കേ, പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ഇപ്പൊ സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഇല്ലെങ്കിൽ അത് സാലറിന്റെ കൂടെ എന്ത് ചെയ്യണം, എക്സ്പെൻസ് ആയിട്ട് കാണിക്കുവാണ്. ലയബിലിറ്റി സൈഡിൽ എവിടെ വരും ബാലൻസ് ഷീറ്റിൽ. ഇനി നമ്മൾ ഫസ്റ്റ് മുതൽ ഒരു ക്വസ്റ്റ്യൻ നോക്കി, ക്യാപിറ്റൽ നമ്മൾ എടുത്തു, ക്യാപിറ്റലിലൂടെ നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു, നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്തു. ക്യാഷ് ഇൻ ഹാൻഡ് ഒന്നും ചെയ്തില്ല, അതേപോലെ ക്യാഷ് അറ്റ് ബാങ്ക് ചെയ്തു. പിന്നെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്തൊക്കെ ചെയ്തു? ലാൻഡ് ആൻഡ് ബിൽഡിംഗിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് ഡിപ്രീസിയേഷൻ കുറച്ചുള്ള എമൗണ്ട് ആയിട്ട്, അതായത് 800 രൂപ കുറച്ച് 39,200. മിഷനറി തന്നെ 28,000 ഉണ്ടായിരുന്നു, 2,000 ഡിപ്രീസിയേഷൻ. അപ്പോൾ എത്ര ഉണ്ടാവും? പിന്നെ സൺഡ്രി ഡെപ്റ്റേഴ്സും സൺഡ്രി ക്രെഡിറ്റേഴ്സും ഒക്കെ എഴുതി, അതിലൊന്നും ഇതൊന്നുമില്ല, ബാക്കിയുള്ള എല്ലാം നോക്കി. അപ്പോൾ നമ്മളുണ്ടോ ഇതിൽ ഒരു പോയിന്റ് കൂടി നമുക്ക് അവർ ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ വിട്ടുപോയടാ. അതാണ്. സോ അങ്ങനെയാണ് നമ്മൾ. ഇനിയിപ്പോൾ ഇല്ലുസ്ട്രേഷൻ 4 ഉണ്ട്. ഇത്ര ഇല്ലുസ്ട്രേഷൻസ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെയും നമുക്ക് ബാലൻസ് ഷീറ്റ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇതുവരെ ഒരുമിച്ച് ചെയ്തിരിക്കുക കേട്ടോ. കണ്ടോ, ഇതൊന്നുമില്ല ആക്ച്വലി. ഇതിൽ ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇവിടെ നമുക്ക് താഴെ ഇത് ഒരുമിച്ച് എഴുതുന്ന ഇല്ലുസ്ട്രേഷൻ 5 ഉണ്ട്. ഇല്ലുസ്ട്രേഷൻ 6, 7. There are many illustrations. One of the ഞാൻ വേണമെങ്കിൽ ഒരെണ്ണം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഓരോ അഡ്ജസ്റ്റ്മെന്റുകൾ തന്നെയാണ് കൂടുതലും പഠിക്കാനുള്ളത്. അത്ര ഒരു മറ്റുള്ള ഇപ്പം നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത പോലെ അത്ര ഒരു സുഖകരമായിരിക്കും. കാരണം അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. നമുക്ക് ഇല്ലുസ്ട്രേഷൻ 4 ജസ്റ്റ് സ്പീഡപ്പ് ആയിട്ട് ഒന്ന് നോക്കാം. ഓക്കെ, സോ അപ്പോൾ ഇല്ലുസ്ട്രേഷൻ 4 ഫോളോയിങ് ട്രയൽ ബാലൻസ്. താഴെ തന്നിരിക്കുന്ന ട്രയൽ ബാലൻസ് മുസ്തഫ ആൻഡ് കോ എന്ന് പറയുന്ന ആളുടെ ട്രയൽ ബാലൻസ്. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ഇയർ എൻഡ് 31st December ബാലൻസ് ഷീറ്റ്. ഇവർ ആക്ച്വലി നമ്മൾ ശരിക്കും എല്ലാ ക്വസ്റ്റ്യൻസിലും നമ്മൾ അതർ ദാൻ ക്വസ്റ്റ്യൊക്കെ നമ്മൾ സാധാരണ കാണാറില്ല. 31st March ഒരു ഡിസംബർ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ള നമ്മുടെ കലണ്ടർ ഇയർ. ആക്ച്വലി പ്രാക്ടിക്കൽ കലണ്ടർ ഇയർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ഏതാ യൂസ് ചെയ്യുക? നമ്മൾ നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ, അതായത് ഏപ്രിൽ ടു മാർച്ച്. അവർ നിങ്ങൾക്കൊന്ന് സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി തന്നെ ബാലൻസ് ഷീറ്റ് ഓൺ ദ ഡേറ്റ് ആഫ്റ്റർ ദ മേക്കിംഗ് ലെസൺ ജേണൽ. അപ്പം ജേണൽ നിർബന്ധമായിട്ടുള്ള ജേണൽ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉള്ള പ്രീപെയ്ഡ് എക്സ്പെൻസിൻ്റെ അഡ്ജസ്റ്റ്മെന്റ്, പ്രീപെയ്ഡ് അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള എക്സ്പെൻസിൻ്റെ കാര്യങ്ങൾ. നമുക്ക് ഇവിടെ ഒരു ഇത് തന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, എല്ലാം നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ തന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ അതിനോട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് നോക്കാം. ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂഡ് അറ്റ് 30,000. ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര? 30,000. അപ്പോൾ എന്തൊക്കെ ക്ലോസിംഗ് സ്റ്റോക്ക് രണ്ട് സ്ഥലത്ത് വരും. ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരും, പിന്നെ അവിടെ വരും. ഡിപ്രീസിയേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി 5% ആണ്. ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സിന് 10%. പ്രൊവൈഡ് ഫോർ ദ ബാഡ് ഡെപ്സ് ആൻഡ് ഡെപ്സിൽ വെച്ച് 5%. 5% ബാഡ് ഡെപ്സ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ സപ്പോസ് 1 ലക്ഷം നമുക്ക് കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 5,000 വരെ ചിലപ്പോൾ കിട്ടാതിരിക്കാനുള്ള ചാൻസ്. ഔട്ട്സ്റ്റാൻഡിങ് വെയിറ്റ് എന്ന് പറയുന്നത് കൊടുക്കാണ്ട്, ഒരു 1,000 കൊടുക്കാണ്ട്. റെന്റ് 500 ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ലോണ് ഔട്ട്സ്റ്റാൻഡിങ് 600. ഇൻട്രസ്റ്റ് ഓൺ ലോണ് 600 രൂപ കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടില്ല ഇതുവരെ. റെന്റ് 500 രൂപ. കമ്മീഷൻ അക്രൂഡ് എത്ര? കമ്മീഷൻ ഇങ്ങോട്ട് കിട്ടാനുണ്ട് എത്ര? 1000. എത്ര അഡ്ജസ്റ്റ്മെന്റ്? സ്റ്റാർട്ട് ചെയ്യാം. അഡ്ജസ്റ്റ്മെന്റ്സ് എൻട്രീസ് നമ്മൾ ലാസ്റ്റ് എഴുതും. നമ്മൾ ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യും. ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതുന്നു. ഓപ്പണിംഗ് സ്റ്റോക്ക് അവർ തന്നിട്ടുണ്ടായിരുന്നു. ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ടായിരുന്നു. സ്റ്റോക്ക് ഓൺ തന്നിട്ടുണ്ട് 40,000 ഓപ്പണിംഗ് സ്റ്റോക്ക്.
ഓപ്പണിംഗ് സ്റ്റോക്ക് വെച്ച് തുടങ്ങുന്നു. പർച്ചേസ് വന്നിട്ടുണ്ടോ? പർച്ചേസ് വന്നു. പർച്ചേസ് റിട്ടേൺ ഉണ്ടോ? പർച്ചേസ് റിട്ടേൺ ഇല്ല. സെയിൽസ് ഉണ്ട്. സെയിൽസ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരും. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. എത്രയാണ്? ഇവിടെ 30,000 വന്നിട്ടുണ്ട്. പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസ് ഇവിടെ വേജ് വന്നിട്ടുണ്ട്. വേജ് ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് എടുക്കും. പിന്നെ റെന്റ്, സാലറി ആയിരുന്നു വെച്ചിട്ടുണ്ട്. ഇത്ര ആവുകയുണ്ടല്ലോ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക്. ട്രേഡിംഗ് അക്കൗണ്ട് നമുക്ക് പറയാം. ട്രേഡിംഗ് അക്കൗണ്ട് വെയ്ജിൽ നമ്മളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. വെയ്ജിൽ ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? വെയ്ജ് ഔട്ട്സ്റ്റാൻഡിങ് 1000. അപ്പോൾ വെയ്ജ് ഇവിടെ ആക്ച്വലി എത്ര എഴുതിയിട്ടുള്ളൂ? വെയ്ജ് 20,000 പ്ലസ് എന്തുകൂടെ കിട്ടേണ്ടി വരും? 1000 കൂടെ. ഓക്കെ, അത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് എവിടെയാണ് ആയിട്ടുള്ളത് അവിടെ. അങ്ങനെയാണ് 21,000 വന്നത്. ഔട്ട്സ്റ്റാൻഡിങ് വെയ്ജ് എത്ര? 21,000. പർച്ചേസ് 50,000. സെയിൽസ് റിട്ടേൺ ഉണ്ട് കേട്ടോ. സെയിൽസ് റിട്ടേൺ ഒക്കെ ഉണ്ട്. സെയിൽസ് റിട്ടേൺ ഉണ്ട്. നമ്മളെല്ലാം നോക്കണം കേട്ടോ. സെയിൽസ് റിട്ടേൺ അവിടെ സെയിൽസ് റിട്ടേൺ ഇവിടെ ഉണ്ട്. സെയിൽസ് റിട്ടേൺ നമ്മൾ ശ്രദ്ധിച്ചില്ല. സെയിൽസ് റിട്ടേണും പർച്ചേസ് റിട്ടേൺ ഒക്കെ ഉണ്ടോ നോക്കി. അപ്പോൾ സെയിൽസ് റിട്ടേൺ നോക്കി കുറച്ചു. അപ്പോൾ 1,18,000. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് 30,000. ജസ്റ്റ് ടാലി ചെയ്ത് അവിടെ നമുക്ക് എന്ത് പറ്റും? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഇനി നോക്കണം, നമ്മൾ സാധാരണ ട്രേഡിംഗ് അക്കൗണ്ട് സെപ്പറേറ്റ് പിന്നെ സെപ്പറേറ്റ് ഉണ്ടാക്കണമെന്നൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ചുണ്ടാക്കാം. അങ്ങനെയാണ് ഇവിടെ ഒരുമിച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടോ, നേരെ സെപ്പറേറ്റ് അക്കൗണ്ടിൽ വരട്ട് അവിടെ ടാലി ചെയ്തിട്ട് നേരെ എന്ത് ചെയ്തു? ഗ്രോസ് പ്രോഫിറ്റ് ഇങ്ങോട്ട് ഇട്ടു. ഇനി നമ്മൾ താഴെ എന്തെങ്കിലും പ്രോഫിറ്റ് അനുസരിച്ച് ഓരോരോ എൻട്രീസ് എന്ത് ചെയ്യും? ലാൻഡ് ആൻഡ് ബില്ലിംഗ് ഇൻഷുറൻസ് ചെയ്യും. നമ്മൾ നോക്കേ, കോൾ ഗ്യാസ് സ്റ്റോക്ക് അതൊരു എക്സ്പെൻസ് അല്ലേ? അപ്പോൾ അത് എവിടെ വരണം? കോള് സോ അവിടെ എന്താണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളത് ഇവിടെ വെയിറ്റ് ചെയ്യാൻ നമുക്ക്. അപ്പോൾ അത് അവിടെ നിൽക്കും കേട്ടോ. കോൾ ഇതെന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് അറിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും. സെറ്റാണോ എക്സ്പെൻസ് ആണോ കിടക്കും. സാലറി എത്ര ഉണ്ട്? 5,000. സാലറിയിൽ എന്തൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ? വേജ് ഇല്ല. സാലറി അപ്പോൾ 5,000. സാലറി 5,000 ഉണ്ട്. സാലറി 5,000. ഇനി അപ്പോൾ സാലറി കഴിഞ്ഞു. റെന്റ് 2,800. 2,800 റെന്റ് ഉണ്ട്. പക്ഷെ അതിൽ കുറച്ച് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. ഇവിടെ എത്ര? 500 റുപ്യ ഔട്ട്സ്റ്റാൻഡിങ്. ഇവിടെ എത്രയായിരുന്നു റെന്റ് ഉണ്ടായിരുന്നത്? 2,800 പ്ലസ് 500. 2,800 പ്ലസ് 500 എത്ര? 3,300. അതാണ് ഇവിടെ റെന്റ് ആയിട്ട്. 3,300. പിന്നെ അടുത്തൊരു എക്സ്പെൻസ് ബാഡക്സ് എത്ര ഉണ്ട്? 5,500 ഉണ്ട്. സോ ബാഡക്സ് ഇവിടെ എഴുതി. ബാഡക്സ് എത്ര ഉണ്ട്? 5,000. സോ നോക്കണം, ന്യൂ റിസർവ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ 2,250 ഉണ്ട്. ഈ ന്യൂ റിസർവ് ശരിക്കും ബാഡക്സ് പറഞ്ഞത് ഇതൊരു എക്സ്പെൻസാണ്. ബാഡക്സ് നമുക്ക് സംഭവിച്ചതാണ്. ഈ വർഷം ബാഡക്സ് സംഭവിച്ചത് 5,500. ഇനി ന്യൂ റിസർവ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം. ഈ ന്യൂ റിസർവ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. കാരണം ബാഡക്സ് 5% ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ എന്തുണ്ട് അഡ്ജസ്റ്റ്മെന്റിൽ വന്നിട്ടുണ്ട്. അപ്പം 5%. ഇവിടെ നമ്മുടെ ഡെപ്റ്റേഴ്സ് എത്ര? 45,000. ഈ 45,000-ന്റെ 5% ചിലപ്പോൾ നമുക്ക് കിട്ടാതിരിക്കാൻ ചാൻസ് ഉണ്ടെന്ന് അവർ പറയുന്നത്. അങ്ങനെ വെച്ചാൽ ഈ 45,000-ന്റെ 5% കാണും. 5/0 കട്ടാവും. 0 കട്ടാവും. 450 ഇൻറ്റു 5. 450 ഇൻറ്റു 5 എന്ന് പറയുന്നത് 2,250. അപ്പോൾ നമ്മുടെ ഈ 45,000-ൽ എത്ര കിട്ടാനാണ് ചാൻസ് ഉണ്ട്? 2,250 കിട്ടാൻ ചാൻസ് ഇല്ല. സോ അപ്പോൾ ഇത് ശരിക്കും ഇതിപ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ല, കിട്ടാതിരിക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഇത് നമുക്ക് ബാഡപ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഈ വർഷത്തിൽ അപ്പോൾ ഇതുകൂടെ ബാഡപ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ആ 2,250 ചെയ്തത്. അപ്പോൾ നോക്കണം, ഇത്രയും ഓൾറെഡി ബാഡപ്റ്റ് ആയി. ഇതായതാണ് 5,500 ബാഡപ്റ്റ് ആയി. തന്നില്ല, തരില്ലെന്ന് നമുക്ക് മനസ്സിലാക്കി. മറ്റെന്താ ചാൻസ് ഉണ്ട്. അതിൽ ഈ 45,000 ഇപ്പോൾ നമുക്ക് കിട്ടാണ്ട് അതിലൊരു 5% കിട്ടാതിരിക്കാൻ ചാൻസ്. അപ്പോൾ അതുകൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് എത്രയാണ്? 7,750. അതായത് ഇപ്പോൾ ശരിക്കും ഫുൾ
ഉണ്ട്. പക്ഷെ നമ്മളിതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം അതേമാതിരി പ്രോഫിറ്റ് ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇതുണ്ട്, റിസർവ് ഫോർ ബാഡ് എക്സ്. ഇത് കഴിഞ്ഞ വർഷം നമ്മൾ റിസർവ് ചെയ്തത്. നമ്മൾ ഇപ്രാവശ്യം 4500 റുപ്യൻ്റെ ബാഡ് എക്സ് ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നൊന്നുമില്ല. ബാഡ് എക്സ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്താണ് ഈ റിസർവ്. ഈ റിസർവ് എന്ത് ചെയ്യണം, ആദ്യം സെറ്റ് ഓഫ് ചെയ്യണം. അപ്പോൾ ആ റിസർവ് കുറച്ചുണ്ടാവും. ഓൾഡ് റിസർവ് എത്ര, 4500. അപ്പോൾ അത് കുറച്ചിട്ട് എത്ര കിട്ടി? അപ്പോൾ ശരിക്കും ഈ വർഷത്തിലെ കറക്റ്റ് ബാലൻസ് എത്ര, 3250. കറക്റ്റ് മനസ്സിലാക്കി ഒന്നുകൂടെ പറയാം. ഒന്നും പറയുന്നത് ഈ വർഷത്തിലെ ആൾറെഡി ബാലൻസ് സംഭവിച്ചു. അതെത്രയാണ്, 5500. ഇനി കുറച്ചുകൂടെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതെത്ര, ഡെപ്റ്റേഴ്സിന്റെ 5%, ഡെപ്റ്റേഴ്സിന്റെ 5% ബാലൻസ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ കണ്ടു. അത് എത്രയാണ്, 2200. പക്ഷെ നമ്മൾ ആൾറെഡി ഇങ്ങനെ ബാലൻസ് ചാൻസ് ഉണ്ടെന്നുണ്ട് കുറച്ച് പൈസ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഈ റിസർവ് അല്ലെങ്കിൽ അതെത്ര, 4500. അപ്പൊ ആ 4500 കുറക്കണ്ടേ, അത് ആൾറെഡി അത്രയും പൈസ വെച്ചു. നമ്മൾ ആ ബാഡക്സ് വന്നപ്പോൾ അതിനൊന്ന് സെറ്റ് ഓഫ് ചെയ്തു. അപ്പൊ 4500 നമ്മൾ അതിന് സെറ്റ് ഓഫ് ചെയ്തു. ബാക്കി എത്ര ഉണ്ട്, 3200 ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ ഇവിടെ ഈ ചെയ്ത് നമ്മളാണ് ന്യൂ റിസർവ് എന്ന് പറഞ്ഞാൽ 3250 ഉണ്ട്. ഇത് നമ്മൾ അടുത്ത വർഷത്തിൽ എന്ത് ചെയ്യും, ഇത് എത്രയാണോ നോക്കിയിട്ട് വീണ്ടും അതിങ്ങനെ സെറ്റ് ഓഫ് ചെയ്യും, ഇങ്ങനെ പരിപാടി പറഞ്ഞു. ഇനി അടുത്താണ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ഇൻട്രസ്റ്റ് ഓൺ ലോൺ തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ 600 രൂപ ഉണ്ട്. പക്ഷേ അതിൽ കുറച്ച് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. എത്രയാണ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഔട്ട്സ്റ്റാൻഡിംഗും 600 ആണ്. ഓക്കെ, അപ്പൊ നോക്കിക്കോ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ പറഞ്ഞിട്ടുണ്ടാവും. ഇൻട്രസ്റ്റ് ഓൺ ലോൺ കൊടുത്തത് 600 രൂപ കൊടുത്തത്, 600 രൂപയും കൊടുക്കാത്ത ശരിക്കും എത്ര വരും, 1000. പിന്നെ നമ്മൾ ഡിപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷൻ നമ്മൾ നേരത്തെ കണ്ടത്. ഡിപ്രീസിയേഷൻ എത്ര പെർസെൻറ്റേജ് അവർ പറയുന്നുണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് 5%, ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സിന് 10%. സോ പ്ലാന്റ് ആൻഡ് മെഷീനറി ഇതിന്റെ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ എത്ര പറഞ്ഞാൽ 5%. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി നിങ്ങൾക്ക് അറിയാലോ 5% ആണ്, 5/100 ആയിട്ടുണ്ട്. അപ്പൊ ഏകദേശം എത്ര വരും എന്ന് ചോദിച്ചാൽ 2000 രൂപ ആയിരിക്കും വരും. പിന്നെ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് എത്ര പെർസെൻറ്റേജ്, അല്ല ഫർണിച്ചർ ആൻഡ് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് ഇല്ല, ലാൻഡ് ആൻഡ് മെഷീനറിക്ക് 5, പിന്നെ ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് 10%. ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് അത് വേണം. അതെത്ര, അപ്പോൾ 400 വരും. ഓക്കെ, അപ്പോൾ ഒരു 4000 അല്ല 2000, ഇവിടെ 2000, 2400. ആ ഡിപ്രീസിയേഷൻ എൻട്രി കിടക്കും. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റേഴ്സ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് 2400. ഓക്കെ, ഇത് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതൊക്കെ എൻട്രീസാണ് നിങ്ങൾ എഴുതുന്നത് എപ്പോഴും ശ്രദ്ധിക്കും. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ട്രാൻസ്ഫർ എൻട്രീസ് എഴുതും, ഡിപ്രീസിയേഷന്റെ എൻട്രി എഴുതും, അതൊക്കെ എഴുതേണ്ടത്. പിന്നെ നോക്കിക്കോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇതാണ്. ആ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് 2250 പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തു. പിന്നെ വേജും റെന്റ് ഔട്ട്സ്റ്റാൻഡിങ്ങിന്റെ ഓക്കെ. അപ്പൊ നമ്മൾ അത് എഴുതി. പ്ലാൻ ആൻഡ് സ്റ്റോറിന്റെ ഡിപ്രീസിയേഷൻ ക്യാപിറ്റൽ. അപ്പൊ എക്സ്പെൻസ് ആയിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് കമ്മീഷൻ നമ്മൾ സെയിൽസ് എഴുതിയാൽ സെയിൽസ് എഴുതണം. സെയിൽസ് റിട്ടേൺ ഉണ്ട് അല്ലേ, സെയിൽസ് റിട്ടേൺ ഉണ്ട് എന്നല്ലാണ്ട് സെയിൽസ് റിട്ടേൺ 2000 ഉണ്ട്. അത് നമ്മൾ സെറ്റ് ഓഫ് ചെയ്ത് ട്രേഡിംഗ് അക്കൗണ്ടിൽ. ഇനി വേറെ എന്തെങ്കിലും ഇൻകം ഉണ്ട് എന്നാണ്. അപ്പൊ നമ്മൾ ഇവിടെ കമ്മീഷൻ റിസീവ്ഡ്, കമ്മീഷൻ നമുക്കായിട്ട് കിട്ടിയത് എത്ര, 2000 രൂപ. പക്ഷെ നമുക്ക് അതിൽ കിട്ടാനുള്ള ഒരു പൈസയെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് അല്ലെ. കമ്മീഷൻ അപ്രൂവ്ഡ് എത്ര ഉണ്ട്, അത് അപ്രൂവ് ചെയ്ത് പറഞ്ഞാൽ നമുക്ക് കിട്ടാനുണ്ട്, ഈ വർഷത്തിൽ തന്നെ കിട്ടാനുണ്ട്. കിട്ടിയിട്ടില്ല, കിട്ടാനുണ്ട് ഇത്ര 1000 കൂടെ. അപ്പൊ ശരിക്കും ആക്ച്വലി 2000 + 1000 എത്രയായി, 3000 ആയി. അപ്പൊ ഈ 3000 ആണ് ശരിക്കും നമ്മുടെ ഇൻകം എന്ന് പറയുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് എത്ര, 16250. നിങ്ങൾ എഴുതി നോക്കണം കേട്ടോ, എഴുതാതെ ഒന്നും മനസ്സിലാവും. നിങ്ങൾക്ക് ഏതെങ്കിലും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ ഒന്നുമില്ല. നമ്പർ ഉണ്ടല്ലോ മുകളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞു. ഏത് കഴിഞ്ഞു, അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എത്രയാണ്, 16250. ഇനി അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റിലോട്ട് വരും. ബാലൻസ് ഷീറ്റ് ഓഫ് മിസ്റ്റർ മുസ്തഫ ആൻഡ് കമ്പനി
ബാലൻസ് ഷീറ്റ് എന്ത് ചെയ്യുന്നു? സൺഡ്രി ഡെബിറ്റേഴ്സ്, ലോൺ, ഇതൊക്കെ എഴുതുന്നു. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ്. ക്യാഷ് അറ്റ് ബാങ്ക്, റിസീവ്ഡ്, സൺഡ്രി ഡെബിറ്റേഴ്സ്. റിസർവ് ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ, ഈ റിസർവ് എന്ന് പറയുന്നത് എന്താ? റിസർവ് ഒക്കെ അസറ്റ്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇതിലുണ്ടാക്കുന്ന അസറ്റ്. അപ്പൊ അതെന്ത് ചെയ്യുന്നു? അവിടെ സൺഡ്രി ഡെപ്റ്റേഴ്സിൽ ശരിക്കും ആ റിസർവ് കൂടെ ആഡ് ചെയ്യും അല്ലെ, അല്ലെങ്കിൽ സെപ്പറേറ്റ് കാണിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ അത് കുറച്ച് കാണിക്കുക. കാരണം ഇത് നമ്മൾ ആൾറെഡി പോയതുപോലെ നമ്മൾ സങ്കല്പിക്കുന്നത്. ഇപ്പൊ 45,000 അത് കുറച്ചിട്ട് കാണിക്കും, ലെസ് ചെയ്യാം. അപ്പൊ റിസർവ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് റിസർവ് എന്ത് ചെയ്യണം? ലെസ് ചെയ്യും. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതി. ഇവിടെ ഇവരെ ലിക്വിഡിറ്റി ബേസിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ബാലൻസ് ഷീറ്റ് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതേ ഫോർമാറ്റ് ഫോളോ ചെയ്യാം. ലിക്വിഡിറ്റി ബേസ് പെർമനൻസി ചെയ്തെന്ന് വിചാരിച്ചിട്ട് നോക്കണം. കാരണം ലിക്വിഡിറ്റി ആണോ പെർമനൻസി ആണോ എന്നതിനെ കുറിച്ച് പ്രത്യേകിച്ച് കമന്റ്സ് ഉള്ളവർ പറഞ്ഞു. പിന്നെ ക്യാപിറ്റലിലൂടെ ആരും ആഡ് ചെയ്യുന്നു? നെറ്റ് പ്രോഫിറ്റ്. ഫർണിച്ചർ ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് എഴുതണം. ലാൻഡ് ആൻഡ് ഡിപ്രീസിയേഷൻ ഇവിടെ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിലൂടെ ഡിപ്രീസിയേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ഡിപ്രീസിയേഷൻ കണ്ടാൽ മതി, അല്ലെങ്കിൽ വേണ്ട. പിന്നെ കമ്മീഷൻ അക്രൂഡ് ഇവിടെ 1000 എഴുതിയിട്ടുണ്ട്. ഇത് നമുക്ക് കിട്ടാനുള്ളതാണ്. ഇത് അസറ്റ്. ഇതിനുശേഷം 5 നിങ്ങൾ എന്ത് ചെയ്യുക? ഈ അടുത്തൊരു ടോപ്പിക്കാണ് അബ്നോർമൽ ലോ. നോക്കിക്കോ, എന്താ അബ്നോർമൽ ലോസ്? അബ്നോർമൽ ലോസ് ബിക്കോസ് ഓഫ് ഫയർ. നോക്കണ സപ്പോസ് ഇവിടെ തീയൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എർത്ത് ക്വയ്ക്ക്, ഭൂമി കുലുക്കും, അല്ലെങ്കിൽ ആക്സിഡന്റ്, എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഡെസ്ട്രോയ് സം ഫിക്സ്ഡ് അസറ്റ് ഓഫ് ദ ഫേം. ഫേമിന്റെ ഫിക്സ്ഡ് അസറ്റ് ഒക്കെ തകർന്ന് ചിലപ്പോൾ ബിൽഡിംഗ് ഒക്കെ ഫുൾ കത്തിയിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. സപ്പോസ് ഒരു ഹോട്ടലൊക്കെ ഫുൾ കത്തി പോകില്ലടാ, അപ്പോൾ ഫിക്സ്ഡ് അസറ്റ് ഒക്കെ പോകും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് അഭിമുഖീകരിക്കുക എന്നുള്ളത് നമ്മൾ നോക്കും. So in such case, ഇങ്ങനത്തെ കേസിൽ the asset account is credited to the profit and loss account is debited. The debit may be about the 2 years. So നോക്കിക്കോ, ഫയർ, it is obvious. ഇങ്ങനത്തെ കേസസിൽ എന്താണ്? ആക്സിഡന്റൽ ലോസ് ഓഫ് സ്റ്റോക്ക് എന്താ എഴുതുക? ലോസ് ഫോർ ഫയർ. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നവര് നമ്മൾ ഇത് പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, കാരണം ഇത് നമുക്ക് വലിയൊരു നഷ്ടം വന്നിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ ലോസ് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? ലോസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് അല്ലേ, ആ എക്സ്പെൻസ് ട്രേഡിംഗ് അക്കൗണ്ടായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിലേക്കും, ബാക്കി നമ്മൾ അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറയുന്നത്. ഓക്കെ. ആക്സിഡന്റ് ലോസ് ബൈ ഫയർ ആണെങ്കിൽ ലോസ് ബൈ ഫയർ ടു ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക്. ഇൻഷുറൻസ് ക്ലെയിം അക്കൗണ്ട് രജിസ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു ആക്സിഡന്റ് ലോസ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മൾ ഇൻഷുറൻസ് ചെയ്യും. സാധാരണ എല്ലാ ബിസിനസ്സും നമ്മൾ ഇൻഷുറൻസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ സപ്പോസ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 10 lakh, ഇത് നമ്മൾ കംപ്ലീറ്റ് ഫുൾ 10 ലക്ഷത്തിൻ്റെ സാധനത്തിലാണ് കട്ടുന്നത്. അങ്ങനെ വെച്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യും. ഇൻഷുറൻസ് ചിലപ്പോൾ ഫുൾ തരും, ഫുൾ കവറേജ് ആണെങ്കിൽ ഫുൾ 10 ലക്ഷം തരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ഒരു നഷ്ടമല്ല. ഈ 10 ലക്ഷത്തിൻ്റെ സാധനം ചിലപ്പോൾ 8 ലക്ഷം അവർ തരും, മനസ്സിലായി? ബാക്കി 2 ലക്ഷം നമ്മൾ സഹിക്കേണ്ടി വരും. ഈ 2 ആര് തരും? 8 ലക്ഷം ചിലപ്പോൾ ഇൻഷുറൻസ് കമ്പനി തരും, ബാക്കി നമ്മൾ വഹിക്കേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ കേസിൽ ഇൻഷുറൻസ് ക്ലെയിം ഫോർ ഇത്. അപ്പൊ എങ്ങനെ ഇതിൽ എൻ്റർ ചെയ്തത്? 8 ലക്ഷം ഇൻഷുറൻസ് ക്ലെയിം കിട്ടി, ബാക്കി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് 2 ലക്ഷം പോയി, ബാക്കി ആക്സിഡന്റൽ ലോസ് എന്ന് പറഞ്ഞിട്ട് എത്ര കണ്ടിട്ട് 10 lakh. ഇതാണ് ഇതിൽ എൻ്റർ ചെയ്യുന്നത്. ഇൻഷുറൻസ് ക്ലെയിം അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അത് നമുക്ക് എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് തോന്നുന്നു ഇൻഷുറൻസ് ക്ലെയിം ഫോർ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് നമുക്ക് അസറ്റ് ആണ്. ഓക്കെ, അസറ്റ് ആയതുകൊണ്ട്, കാരണം അവർ നമുക്ക് ഇങ്ങോട്ട് പൈസ തരാനുള്ളവരൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് അവിടെ ഡെബിറ്റ് ചെയ്തത് ടു ആക്സിഡന്റൽ ലോസ്. ലോസ് എന്ന് പറഞ്ഞാൽ നഷ്ടമാണ്. സോ അതുകൊണ്ട് ഇവിടെ നമ്മളത് ക്രെഡിറ്റ് ചെയ്യും. അതാണ് ടോട്ടൽ അബ്നോർമൽ ലോസ്. എന്താണ് അവിടെ എഴുതേണ്ടതെന്നൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ട്. ഇനി കമ്പനീസ് അക്കൗണ്ട്സ് വിൽ ബി ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റിലോ കാര്യങ്ങളാണ് പറയുന്നത്. സോ നമുക്കതൊരു ഇല്ലുസ്ട്രേഷൻസിലൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഫസ്റ്റ് വൺ ഇല്ലുസ്ട്രേഷൻ 6. സോ ഇല്ലുസ്ട്രേഷൻ 6 വരുന്നത് on 31st December 2013 stock of worth 4 lakhs were destroyed by fire. 4 ലക്ഷത്തിൻ്റെ 10 ലക്ഷം.
അതിൽ ദ സ്റ്റോക്ക് ഇൻഷുർഡ് ആൻഡ് ഇൻഷുറൻസ് കമ്പനി അഡ്മിറ്റഡ് ടു ക്ലെയിം 3 ലക്ഷം. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി അവിടെ വന്നിട്ട് നോക്കി, എന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞു ഒരു 3 ലക്ഷം രൂപ അത് പാസ്സാവില്ലാതെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പാസ്സായി വിചാരിച്ചു 3 ലക്ഷത്തിൻ്റെ കുറച്ച് ഈ തരാൻ പറഞ്ഞു. ജനറൽ എൻട്രീസ് ആൻഡ് ഷോ ഹൗ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ഇൻ ദ ഫൈനാൻസ്. എങ്ങനെയാണ് ഇതിൻ്റെ എഴുതുന്നത്? സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം ഈ ഫയർ ഒക്ടർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എൻ്റർ എടുക്കുന്നത് ലോസ് ബൈ ഫയർ 4 lakhs ട്രേഡിംഗ് അക്കൗണ്ട് എത്ര 4 lakhs. ഓക്കെ, ആണ് അതിൻ്റെ എൻട്രി. നമ്മൾ നേരത്തെ എഴുതിയ അതേ സെയിം എൻട്രി പഠിച്ചല്ലോ. ഇനി പൈസ കിട്ടുമ്പോൾ ബി ഇൻഷുറി കവേർഡ് പാർഷ്യൽ ക്ലെയിം. ആ പാർഷ്യൽ ക്ലെയിം തരുമ്പോൾ നമ്മൾ എന്താ എൻട്രി ഇടാം? ഇൻഷുറൻസ് കമ്പനി അക്കൗണ്ട് എത്ര 3 ലക്ഷം. കാരണം 3 ലക്ഷം അവർ തരിക. അപ്പോൾ അത് കാരണം അസറ്റ് കൂടി അല്ലേ, 3 ലക്ഷം കൂടെ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാക്കി 1 ലക്ഷം എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെൻസ് ആണ്. സോ അത് എക്സ്പെൻസ് ആയതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എഴുതി ടു ലോസ് ബൈ ഫയർ എത്ര 4 ലക്ഷം. അപ്പോൾ 4 ലക്ഷം എന്ന് പറയുന്ന 4 ലക്ഷം നമ്മൾ കംപ്ലീറ്റ് അക്കൗണ്ടിൽ ക്യാൻസൽ ആയി. ഇതാണ് ഇതിൻ്റെ എൻട്രി. ഓക്കെ, ഈ എൻട്രി രണ്ടെണ്ണം പഠിക്കുക. ഓക്കെ, ഈ എൻട്രി. സോ ഇനി അതുപോലെ തന്നെ നമ്മുടെ ഇല്ലുസ്ട്രേഷൻ 7. സോ അത്രേ ഉള്ളൂ. പിന്നെ താഴെ പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ എങ്ങനെയാണ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ നോക്കണം, നമ്മൾ ബൈ ഫയർ ലോസ് പറഞ്ഞിട്ട് അവിടെ 4 ലക്ഷം കാണിക്കും. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ഇവിടെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ 1 ലക്ഷം നമ്മൾ കാണിക്കും. പിന്നെ 4 ലക്ഷം നമ്മൾ ഇവിടെ നമ്മളുടെ ക്രെഡിറ്റ് സൈഡിലാണ് എന്ത് ചെയ്യുന്നത് ബൈ ഫയർ ലോസ്. കാരണം നമുക്ക് അത് ആക്ച്വലി അത് നമ്മളൊരു ലോസ് തന്നെയാണ്. ഓക്കെ, 4 ലക്ഷം. പിന്നെ അതിൽ 1 ലക്ഷം മാത്രം നമ്മുടെ എക്സ്പെൻസ്, കാരണം ബാക്കി ആരും റിക്കവർ ചെയ്ത് തന്നു, നമ്മുടെ കമ്പനി റിക്കവർ ചെയ്ത് തന്നു. പിന്നെ കറണ്ട് അസറ്റ് എത്ര വരും? 3 ലക്ഷം വരും നമ്മുടെ കറണ്ട് അസറ്റ്. പിന്നെ നമ്മുടെ ഈ 4 ലക്ഷം എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ എഴുതാനുള്ള റീസൺ ഉണ്ട്. ഇതിവിടെ എഴുതിയിട്ടില്ലെങ്കിൽ നമ്മളിവിടെ എഴുതേണ്ടതുണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക് അല്ല അവിടെ വരിക. അപ്പോൾ ആ ക്ലോസിംഗ് സ്റ്റോക്ക് അല്ല നഷ്ടത്. അപ്പോൾ അതിന് പകരമായിട്ടാണ് ബൈ ലോസ് ബൈ ഫയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 4 ലക്ഷം കാണിച്ചത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ക്ലോസിംഗ് സ്റ്റോക്കിന് പകരം നമ്മൾ ഇത് വന്നു. ക്ലോസിംഗ് സ്റ്റോക്ക് ശരിക്കും അത്യാവശ്യം ക്ലോസിംഗ് സ്റ്റോക്ക് അങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്തു. ഓക്കെ, മെയിനായിട്ട് നിങ്ങൾ ഈ 2 എൻട്രീസ് മതി. ലോസ് ബൈ ഫയർ ടു ട്രേഡിംഗ്, പിന്നെ ഇൻഷുറൻസ് കമ്പനി. അവിടെ സ്റ്റോക്കാണ് എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് നശിച്ചത്. ദാറ്റ്സ് വൈ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ആ സൈഡിൽ സ്റ്റോക്ക് ഇല്ല. കാരണം അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവിടെ തന്നെ ലോസ് കൂടും. അവിടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ സ്റ്റോക്ക് അത്രയും കുറഞ്ഞിട്ടുണ്ട്. സ്റ്റോക്ക് വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടെ ലോസ് അത്രയും അടിച്ചു പോകും. ഇല്ലുസ്ട്രേഷൻസ് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താണ്. From the following ledger, Mr. Ganesh prepared the trading relation and a balance sheet and necessary adjustment. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കുക. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇത് നോക്കണം. ഈ അടുത്തൊരു ടോപ്പിക്ക് ഇതൊക്കെ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. കുറച്ചുകൂടെ എന്താ പറയുക ഡിഫിക്കൽട്ടീസ് ഏരിയാസ് ആയിരിക്കും. അപ്പോൾ ഡോൺ വെറി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മറ്റുള്ളവരൊക്കെ പഠിച്ചാൽ മതി. എല്ലാം പഠിച്ചിട്ട് എക്സാം എഴുതണമെന്ന് നിർബന്ധം. നമുക്ക് പിന്നെ ഇതിലൊരു എക്സ്പേർട്ട് ആവാനുള്ള സമയമില്ല. നമുക്ക് 6 മാസത്തെ എക്സാം ആണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇമ്പോർട്ടൻസോടെ ചെയ്തു. അപ്പോൾ ഇത് ലാസ്റ്റ് ഒരു ടോപ്പിക്കാണ്. ജസ്റ്റ് ഇതിലൊന്ന് റിവൈസ് ചെയ്ത് നമുക്ക് ക്ലാസ് ചെയ്യാൻ പറ്റും. സോ നോക്കാം. അപ്പോൾ ആ ഇല്ലുസ്ട്രേഷൻ നിങ്ങൾ പറ്റുന്നത് പോലെ ചെയ്യും. ആൻസറൊക്കെ ഇതിലുണ്ട്. അപ്പോൾ അടുത്താണ് ഡ്രോയിങ് ഓഫ് ഗുഡ്സ് ബൈ സപ്ലൈസ്. പിന്നെടാ ഗുഡ്സ് എടുത്തുണ്ട് ആര്, സപ്ലൈസ്. മനസ്സിലാവണം. പ്രൊപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ് ഈ ബിസിനസ് നടത്തുന്ന ആൾ, അയാൾ എടുത്തുണ്ട് എന്താണ് ഇത്. വെൻ ദ പ്രൊപ്പറേറ്റർ ഡ്രോസ് സം ഗുഡ്സ് ഫോർ ക്യാഷ്. ചിലപ്പോൾ ക്യാഷ് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ക്യാഷ് അയാളുടെ ബിസിനസ് അല്ലാതെ അയാൾ എടുത്തുകൊണ്ടോ അക്കൗണ്ടന്റ് എന്ന നിലയ്ക്ക് ഇത് അക്കൗണ്ട് ചെയ്യേണ്ട നിർബന്ധം. ഒന്നെങ്കിൽ ക്യാഷ് അല്ലെങ്കിൽ ഗുഡ്സ്. ഇപ്പോൾ സപ്പോസ് നമ്മുടെ സ്റ്റേഷനറി കടയിലുണ്ട്, എന്നിട്ട് അയാൾ ചിലപ്പോൾ വീട്ടിലുള്ള അരിക്ക് അവിടെ നിർത്തുന്നത് കൊണ്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്യും? ഫ്രം ദ ബിസിനസ് ഓർ പേഴ്സണൽ യൂസ് അല്ലെങ്കിൽ പേഴ്സണൽ യൂസ് ഉണ്ട്. അതിനകത്ത് അതിൻ്റെ എൻട്രി എന്ന് പറയും. സോ ഫൈൻഡ് ദിസ് ഹാസ് നോട്ട് ആസ് ഈ റെക്കോർഡ് ഇൻ ദ ബുക്സ്. യു ഹാവ് ടു മേക്ക് ദ നെസസറി അഡ്ജസ്റ്റ്മെന്റ് ഇൻ ദ ഫൈനൽ അക്കൗണ്ട്. നമ്മളിത് റെക്കോർഡ് ചെയ്യലും നിർബന്ധമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ കറക്റ്റ് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കിട്ടില്ല. കാരണം അവിടെ നമുക്കിത് ആക്ച്വലി
നമ്മളിത് റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിലും ഇത് നമ്മുടെ പ്രോഫിറ്റിനെ നന്നായിട്ട് ഓട്ടോമാറ്റിക്കലി ക്ലോസിംഗ് സ്റ്റോക്ക് കുറയും. ക്ലോസിംഗ് സ്റ്റോക്ക് കുറയുമ്പോൾ ലോസ് ഓട്ടോമാറ്റിക്കലി കൂടും. മനസ്സിലായി? ഇത് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇത് അക്സെപ്റ്റ് ചെയ്യും നമ്മുടെ അക്കൗണ്ട്സിൽ. ഓക്കെ. The treatment of such drawings of goods by proprietor in the final account as follows. താഴെ പറയുന്ന പോലെയാണ് എന്ത് ചെയ്യുന്നത്. ഒന്ന്, ഡിറ്റക്റ്റഡ് ഫ്രം ഇറ്റ് പർച്ചേസ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദി ട്രേഡിംഗ് അക്കൗണ്ട്. ഡിഡക്ട് ചെയ്യുക, ഡിഡക്ട് ഇറ്റ് ഫ്രം ദ പർച്ചേസ്. പർച്ചേസ് എന്ത് ചെയ്യുക, അത്രയും ഡിഡക്ട് ചെയ്യുക. ഓക്കെ. എന്ത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞു. ഡിഡക്ട് ഇറ്റ് എയ്തർ ഫ്രം ദ ക്യാപിറ്റൽ ഓർ ദ ഡ്രോയിങ്സ് ഓഫ് ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിൽ നമ്മൾ എന്ത് ചെയ്യുക, അയാൾ കൊണ്ടുപോയ സാധനത്തിന്റെ ഒരു ഗുഡ്സാണ് കൊണ്ടുപോയത്. കാരണം സപ്പോസ് 1 കിലോ പഞ്ചസാരയാണ് കൊണ്ടുപോയത്. 1 കിലോ പഞ്ചസാരക്ക് 50 രൂപ ഉണ്ട്. അപ്പോൾ നമ്മൾ പഞ്ചസാര മേടിക്കുന്നത് നമ്മൾ പർച്ചേസ് ആയിട്ട് എഴുതുന്നുണ്ടാവില്ല. അപ്പോൾ പർച്ചേസിന് 50 രൂപ കുറച്ചും ചെയ്യുക. ഇയാളുടെ ക്യാപിറ്റലിലായി ആ ക്യാപിറ്റലിൽ നിന്ന് 50 രൂപ. കാരണം ഇയാൾ നമ്മൾ സെപ്പറേറ്റ് ആളായിട്ടായിട്ട് നമ്മൾ ബിസിനസ്സിൽ ട്രീറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു ഇത് വരുന്നത്. ഓക്കെ. പിന്നെ ഡ്രോയിങ് മേടുണ്ടോ, ക്യാഷ് ആണെങ്കിൽ ഡ്രോയിങ്സ് അക്കൗണ്ട്സ് ക്യാഷ്, അതാണ് അതിന് എന്ത് വരിക. അപ്പോൾ ക്യാഷ് ആണെങ്കിൽ ക്യാഷ് പറയും, ബാങ്ക് ആണെങ്കിൽ ബാങ്ക് പറയും. ഡ്രോയിങ്സ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് ആണ്, അല്ലെങ്കിൽ അതൊരു ക്യാപിറ്റലായിട്ട് നോക്കാം. ക്യാപിറ്റൽ കുറയാണ് ഡ്രോയിങ്സ് വരുന്നത്, അതുകൊണ്ടാണ് ഡെബിറ്റ് ചെയ്യുന്നത്. ഇത് ക്യാപിറ്റൽ, അത് ക്യാപിറ്റലിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ക്യാപിറ്റൽ കുറയും, ഡ്രോയിങ്സ് അക്കൗണ്ട് നോക്കാൻ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. അതാണ് ഡ്രോയിങ്സ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അതായത് ഡ്രോയിങ്സിനെ ക്യാപിറ്റലിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. വിഡ്രോവൽ ഓഫ് ഗുഡ്സ് പ്രോപ്പർട്ടി എന്ത് വരും, ഡ്രോയിങ് അക്കൗണ്ട്സ് പർച്ചേസ് കുറയ്ക്കും. കാരണം പർച്ചേസ് എന്താ പറയുന്നത്, പർച്ചേസിന് കുറയ്ക്കാറുണ്ട് ഡ്രോയിങ്സ് അക്കൗണ്ട് പർച്ചേസ്, എന്നിട്ട് ക്യാപിറ്റൽസ് ഡ്രോയിങ് അക്കൗണ്ട്, അങ്ങനെ ഗുഡ്സ്. ഇൻകം ടാക്സ് പെയ്ഡ് ബൈ സോൾ പ്രോപ്പർട്ടീസ് എൻറ്റിറ്റി ക്യാഷ്, ഇൻകം ടാക്സ് അക്കൗണ്ട്സ് ക്യാഷ്. ഓക്കെ. ഇൻകം ടാക്സ് പൈസ ആരടച്ചു, നമ്മുടെ ബിസിനസ്സുകാരാണ്. അങ്ങനെ എന്തെങ്കിലും ഇൻകം ടാക്സ് അക്കൗണ്ട് അടച്ചിട്ട് ക്യാഷ് കുറക്കണം. പിന്നെ ഡ്രോയിങ്സ് ഇൻകം ടാക്സ്, പിന്നെ ക്യാപിറ്റൽ എന്താണ് ഡ്രോയിങ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. സോ ഇത് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നോക്കാം എല്ലാത്തിൻ്റെ എൻട്രി സെയിലായിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് ഒന്നുണ്ടാക്കുക ക്യാഷ് ഉണ്ടാക്കുക, ഡ്രോയിങ് അക്കൗണ്ട് ക്യാഷ്. ഗുഡ്സ് ഉണ്ടായിട്ടുണ്ടായി, ഡ്രോയിങ് അക്കൗണ്ട് പർച്ചേസ്, അതായത് ഗുഡ്സിന് പകരം ക്യാഷിന് പകരം പർച്ചേസ് ആയിരുന്നു. രണ്ടാമത്തെ എൻട്രി നോക്കുക ക്യാപിറ്റൽ അക്കൗണ്ട് ഡ്രോയിങ്. ഇവിടെ നോക്കാം രണ്ടാമത്തെ എൻട്രി, രണ്ടാമത്തെ കേസിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഡ്രോയിങ്. ഇവിടെ അങ്ങനെ തന്നെ ആയിരിക്കും. അവിടുത്തെ രണ്ടാമത്തെ എൻട്രി എന്ന് പറഞ്ഞാൽ ഡ്രോയിങ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡ്രോയിങ്. ഇവിടുത്തെ ലാസ്റ്റ് മറ്റൊക്കെ ഡ്രോയിങ്സ് അക്കൗണ്ട് ഉണ്ട്. കണ്ടോ, എല്ലാത്തിൻ്റെ എൻട്രി സെയിം ആണ്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ്. ഓക്കെ. അപ്പോൾ ഡ്രോയിങ് അക്കൗണ്ട് ക്യാഷ് പറഞ്ഞാൽ ഫസ്റ്റത്തെ എൻട്രി എങ്ങനെ ആവാനുള്ള കാരണം എന്താ, ഡ്രോയിങ് എന്ന് പറയാൻ ഞാൻ പറഞ്ഞില്ല ഒരു എക്സ്പെൻസ് ആയിട്ട് നിങ്ങളിപ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ടു ക്യാഷ് കുറഞ്ഞു, ഡ്രോയിങ്സ് എന്ന് പറയുന്ന എക്സ്പെൻസ് കൂടി, അതുകൊണ്ട് അങ്ങനെ എനിക്ക് വന്നു. അതുപോലെ തന്നെ വിഡ്രോവൽ ഓഫ് ഗുഡ്സ് അതും അങ്ങനെ തന്നെയാണ് വന്നത്. പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസ് കുറയാണ്. ആക്ച്വലി ഗുഡ്സ് കുറയുന്നതിന് ഈ പർച്ചേസ് കുറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് സെയിൽസ് ആയിട്ട് കാണിക്കാനും പറ്റില്ല, കാരണം സെയിൽസ് ആയി കഴിഞ്ഞാൽ അവിടെ ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് പർച്ചേസിന് കുറച്ചാണ്. അപ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫ്രീ സാമ്പിൾസ്. പിന്നെ നമ്മൾ കുറേ സാമ്പിൾ കൊടുക്കുന്നുണ്ട്, അതിനൊന്നും ചിലപ്പോൾ കണക്കുണ്ടാവില്ല. ഓരോരുത്തർ വന്നിട്ട് ചിലപ്പോൾ സാരമായിരിക്കും എന്തെങ്കിലും തോന്നുന്നുണ്ടോ. സോ അങ്ങനെയാണ്. For the sales promotion, the goods may be distributed free samples. For example, goods for the 10 million are distributed free samples. Then it will be an advertisement. Then considered with the other steps will be then bring the into the books of നമ്മൾ സാധാരണ സപ്പോസ് നമ്മളിപ്പോൾ ഒരു ഹോൾസെയിൽ ഡീലർ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറേ സാധനം ആൾക്കാർക്ക് എന്ത് ചെയ്യും, നമ്മൾ ഇത്ര ഒരു കുറച്ച് സാമ്പിൾ എല്ലാത്തിൻ്റെ സാമ്പിൾ ഓരോരുത്തർക്ക് അയച്ചു കൊടുക്കാം. ഈ സാധനം തിരിച്ചു വരുന്നില്ല. സോ അങ്ങനെ ഫ്രീ സാമ്പിൾസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമുക്കൊരു ചിലവില്ല. അപ്പോൾ അഡ്വർടൈസ്മെന്റ്, അതിന് നമ്മൾ എന്ത് ചെയ്യുക, അഡ്വർടൈസ്മെന്റ് ഫ്രീ സാമ്പിൾ എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ് ചെയ്യുന്നത്. അഡ്വർടൈസ്മെന്റ് അക്കൗണ്ട്സ് പർച്ചേസ് നമുക്ക് വേണ്ടി കാരണം പർച്ചേസ് അത്രയും കുറയ്ക്കും. അല്ലെങ്കിൽ നമുക്ക് ഈ പർച്ചേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആണ്. അപ്പോൾ ആ പർച്ചേസ് ഇവിടെ ക്രെഡിറ്റ് ചെയ്യുന്നതിനുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഗുഡ്സ് അത്രയും കുറയ്ക്കുക എന്നുള്ളതാണ്. ഇല്ലുസ്ട്രേഷൻ 8 ഇല്ലുസ്ട്രേഷൻ 8 ഒരു ട്രയൽ ബാലൻസ് വന്നിട്ടുണ്ട്. ഇത് നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കും. ഇവിടെ നോക്കടാ 1/3 ഓഫ് ദ അഡ്വർടൈസ്മെന്റ് റിട്ടേൺ ഓഫ്. നോക്കടാ ഇവിടെ റിട്ടേൺ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ, അതിന് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇതൊന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇത് കുറച്ച് ലെങ്തി എന്താ പറയുക കുറച്ചുകൂടെ ഇതാണ്, ഇത് ആവശ്യമില്ല. നിങ്ങൾക്ക് പാസ്സാകാൻ വേണ്ടിയിട്ട് ഇത്ര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് സോ അതുകൊണ്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്യാത്തത്. ബാക്കിയുള്ളതെല്ലാം
അതോടുകൂടെ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിയുകയാണ്. ഇനി ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സംഭവം എടാ നിങ്ങളെ കോഴ്സ് 6 മാസത്തെ ആണെന്നുണ്ടെങ്കിലും ഇതിലെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ ഡെപ്തിൽ തന്നെ എന്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 6 മാസത്തെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ എത്ര ഒരു ഡിഗ്രി അല്ല ഏത് നിങ്ങൾക്ക് എടുക്കുന്നത് വളരെ ഡെപ്തിൽ ഒരു നോളജ് നിങ്ങൾക്ക് പോകാം. അത്രയ്ക്കാണ് നിങ്ങൾക്ക് ബട്ട് എന്നാലും നല്ലൊരു കൺസെപ്റ്റ് ഇതിലൂടെ പോകാം. സോ ഇല്ലസ്ട്രേഷൻ വെയിറ്റ് ചെയ്യുന്നില്ല. സോ നമ്മൾ ഇനി അടുത്തൊരു സെക്ഷനാണ് നിങ്ങൾക്ക് എടുക്കുന്നത്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആൻഡ് ഇൻട്രൊഡക്ഷൻ. എന്താണ് നോട്ട് ഫോർ ഓർഗനൈസേഷൻ? ഇപ്പം നമ്മൾ പറഞ്ഞു ബിസിനസ്സിന് വേണ്ടിയിട്ട് മാത്രം എന്തൊക്കെ ഒരു പ്രോഫിറ്റും പ്രതീക്ഷിച്ചാണ് നമ്മൾ ചാരിറ്റിയൊക്കെ പോയി ചെയ്യുന്നത്. അങ്ങനത്തെ എന്തിനാണ് പറയുന്നത് നോട്ട് പ്രോഫിറ്റ്, ഒരു പ്രോഫിറ്റ് അല്ല ഉദ്ദേശിച്ചത്. അങ്ങനത്തെ ഓർഗനൈസേഷൻ്റെ അക്കൗണ്ടിങ്ങും കാര്യങ്ങളും ചെയ്യുന്നതിന് ചെയ്യുന്നത് ഈ അടുത്ത ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അടുത്തൊരു ചാപ്റ്റർ അടുത്തൊരു ക്ലാസ്. ഓക്കെ, അതുവരേക്കും ഓൾ ദി ബെസ്റ്റ്.